നാരായണ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ വാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായ ചേദേയതമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ
വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവതജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഭാഗവതജ്ഞാനഗംഗ ദശമസ്കന്ധത്തിലെ 76-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. സാൽവ യുദ്ധം എന്നതാണ് വിഷയം. കഴിഞ്ഞ 4 അധ്യായങ്ങളെ കൊണ്ട് യുധിഷ്ഠിരന്റെ രാജസൂയ യാഗവും അതിനെ തുടർന്നുണ്ടായ ദുര്യോധനന്റെ മാനഭംഗവും എല്ലാം നമ്മൾ വിശദമായി കണ്ടു. ഇനിയും അതിലേക്ക് പോകുന്നില്ല. നമുക്ക് 76-ാം അധ്യായം വായിക്കാം. എന്നിട്ട് സാൽവൻ ദ്വാരകയെ ആക്രമിക്കുന്നതും പ്രദ്യുമ്നനുമായി യുദ്ധം ചെയ്യുന്നതുമായിട്ടുള്ള കഥയാണ് ആദ്യ ഭാഗം. അത് കഴിഞ്ഞ് പിന്നീടാണ് ഭഗവാൻ രംഗത്ത് വരുന്നത്. ഭഗവാനാണ് സാൽവനെ വധിക്കുന്നത്. ആ കഥയിലേക്കൊക്കെ കടക്കാം, വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത് ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ഷട്സപ്തതിതമോऽധ്യായഃ. ശ്രീശുക ഉവാച. അധാന്യദപി കൃഷ്ണസ്യ ശൃണു കർമാദ്ഭുതം നൃപ. ക്രീഡാ നരശരീരസ്യ യഥാ സൗഭപതിർഹതഃ. ശിശുപാലസഖഃ സാൽവോ രുക്മിണ്യുദ്വാഹ ആഗതഃ. യദുഭിർനിർജിതഃ സംഖ്യേ ജരാസന്ധാദയസ്തദാ. സാൽവഃ പ്രതിജ്ഞാമകരോത് ശൃണ്വതാം സർവഭൂഭുജാം. അയാദവീം ക്ഷ്മാം കരിഷ്യേ പൗരുഷം മമ പശ്യത. ഇതി മൂഢഃ പ്രതിജ്ഞായ ദേവം പശുപതിം പ്രഭും ആരാധയാമാസ നൃപ. പാംസുമുഷ്ടിം സകൃദ്ഗ്രസൻ. സംവത്സരാന്തേ ഭഗവാൻ ആശുതോഷ ഉമാപതിഃ വരേണ ഛന്ദയാമാസ സാൽവം ശരണമാഗതം. ദേവാസുരമനുഷ്യാണാം ഗന്ധർവോരഗരക്ഷസാം അഭേദ്യം കാമകം വവ്രേ. സയാനം വൃഷ്ണിഭീഷണം തഥേതി ഗിരിശാദിഷ്ടോ മയഃ പരപുരഞ്ജയഃ. പുരം നിർമ്മായ സാൽവായ പ്രാദാത് സൗഭം അയസ്മയം. സലബ്ധ്വാ കാമകം ജ്ഞാനം തമോധാമ ദുരാസദം. യയൗ ദ്വാരവതീം സാൽവോ വൈരം വൃഷ്ണികൃതം സ്മരൻ. നിരുദ്യസേനയാ സാൽവോ മഹത്യാ ഭരതർഷഭ. പുരീം ബഭഞ്ജോ ഭവനാനി ഉദ്യാനാനി ച സർവശഃ.
स गोपुराणि द्वाराणि प्रासादाट्टालतोळिकाः विहारान् स विमानाग्र्याद् निपेदुः शस्त्रवृष्टयः शिलाद्रुमाश्चाशनयः सर्पा आसारशर्कराः प्रचण्डश्चक्रवातो भूतरजसाच्छादितो दिशः इत्यर्द्य इत्यर्द्यमाना सौभेन कृष्णस्य नगरी वृषम् नाभ्यपद्यत तप्शं राजन् त्रिपुरेण यदामहि प्रद्युम्नो भगवान् वीक्ष्य बाध्यमाना निजाः प्रजाः मा वैष्टेत्यभ्यदाद्वीरो रथारूढो महायशाः सात्यकिश्चारुदेष्णश्च साम्बो क्रूरः सहानुजः हार्दिक्यो भानुविन्दश्च गतश्च शुगसारणौ अपरे च महेश्वासारथयूतपयूतपाः निर्ययुर्दंशिता गुप्ता रथे बाश्वपदादिभिः ततः प्रववृदे युद्धं साल्वानां यदुभिः सह यदासुराणां विबुधैः तुमुलं लोमहर्षणं ताश्च सौभपतेर्माया दिव्यास्त्रै रुक्मिणीसुतः क्षणेन नाशयामास नैशं तम इवोष्णगुः विव्याद पञ्चविंशत्या स्वर्णपुङ्गैरयोमुखैः साल्वस्य द्वजिनीपालं शरैः सन्नतपर्वभिः शतेनाताडयत् साल्वम् एकैकेनास्य सैनिकान् दशभिर्नेतॄन् वाहनानि त्रिभिस्त्रिभिः तदल्बुदं महत्कर्म प्रद्युम्नस्य महात्मनः दृष्ट्वा तं पूजयामासुः सर्वे स्वपरसैनिकाः बहुरूपैकरूपं तद्दृश्यते न च दृश्यते मायामयं मयकृतं दुर्विभाव्यं परैरभूत् क्वचित् भूमौ क्वचित् व्योम्नि गिरिमूर्ध्नि जले क्वचित् अलातचक्रवद्भ्राम्यत सौभं तद्दुरवस्थितम् यत्र यत्रोपलक्ष्येत स सौभः सह सैनिकः साल्वस्ततस्ततो मुञ्जन् शरान् सात्वतयूतपाः शरैरग्न्यर्कसंस्पर्शैः आशीविषदुरासदैः पीड्यमानपुराणिकः साल्वो मुह्यत्परेरिदैः साल्वानीकपशस्त्रौगैः वृष्णिवीरा वृषार्दिताः न तत्यजूरणं स्वं स्वं लोकद्वयजिगीषवः साल्वामात्योद्युमान् नाम प्रद्युम्नं प्राक्प्रपीडितः आसाद्य गदया मौर्व्या व्याहत्य व्यनदद्बली प्रद्युम्नं गदया शीर्णवक्षस्थलम् अरिन्दमम् अपोवाहरणात् सूतो धर्मविद्दारुकात्मजः लब्धसंज्ञो मुहूर्तेन कार्ष्णिः सारथिमब्रवीत् अहो असाद्वितं सूत यद्रणान्मे अपसर्पणम् न यदूनां कुले जातः श्रूयते रणविच्छुदः विना मक्लीपचित्तेन सूतेन प्राप्तकिल्बिषात् किं नु वक्ष्येऽपि सङ्गम्य पितरौ रामकेशवौ युद्धात् सम्यगपक्रान्तः पृष्टस्तत्रात्मनक्षमम् व्यक्तं मे कथयिष्यन्ति हसन्त्यो भ्रातृजामयः क्लैब्यं कथं वीर तवान्यैः कथ्यतां मृधे सारथिरुवाच धर्मं विजानदायुष्मन् कृतमेतन्मया विभो सूत कृत्स्रकथं रक्षेद रथिनं सारथिं रथि एतद्विदित्वा तु भवान् मया भो वाहितो रणात् उपसृष्टपरेणेति मूर्छितो गतया हतः। हरि ओम्। इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां दशमस्कन्धे उत्तरार्धे साल्वयुद्धे षट्सप्ततितमोऽध्यायः। सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द। नारायणाखिल गुरो भगवन्नमस्ते, नारायणाखिल गुरो भगवन्नमस्ते।
നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നാരായണ. നമുക്ക് ഭാഗവതം ദശമസ്കന്ധം 76-ാം അധ്യായം, അതാണ് ഇപ്പോൾ വായിച്ചത്. അതിലേക്ക് കിടക്കാം. ഭഗവാൻ യുധിഷ്ഠിരന്റെ രാജസൂയയാഗം നടത്തിക്കൊടുക്കാനായിക്കൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിക്കുന്ന കാലത്താണ് സാൽവൻ ദ്വാരകയെ ആക്രമിക്കുന്നത്. സാൽവനും അവിടെ ഉണ്ടായിരുന്നു, ഇന്ദ്രപ്രസ്ഥത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ രാജസൂയയാഗം കഴിഞ്ഞ് എല്ലാവരും പോയപ്പോൾ കൂട്ടത്തിൽ സാൽവനും പോയി. ഭഗവാൻ മാസങ്ങളോളം അവിടെ പിന്നെയും താമസിച്ചു എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ വലിയൊരു സൈന്യത്തെ ഭഗവാൻ തിരിച്ച് ദ്വാരകയിലേക്ക് അയച്ചിരുന്നു. സാമ്പാദികളെ തിരിച്ചയച്ചു എന്ന് അതും നമ്മൾ ഇന്നലെ കണ്ടു. അപ്പം അങ്ങനെ അവർ തിരിച്ചയച്ചവർ എത്തുന്നേ ഉള്ളൂ. അവർ എത്തുന്ന സമയത്ത് ഇവിടെ പ്രദ്യുമ്നൻ മാത്രമാണ് ദ്വാരകയ്ക്ക് കാവലായിട്ട് രാജസൂയയാഗ സമയത്തുണ്ടായിരുന്നത്. ആ സന്ദർഭത്തിലാണ് ശിശുപാലൻ്റെ വധം കഴിഞ്ഞപ്പോൾ കോപം മൂത്ത തൻ്റെ കൂട്ടുകാരനെ വധിച്ച കൃഷ്ണനെയും ആ വംശത്തെയും നശിപ്പിക്കണം എന്ന് കരുതി നേരത്തെ തന്നെ സാൽവന് യാദവന്മാരോട് ശത്രുതയുണ്ട്. ആ ശത്രുത ഒന്നുകൂടെ മൂത്ത് ആക്രമിക്കാനായിട്ട് വരികയാണ്. ആ യുദ്ധമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. വളരെ വിശദമായിട്ട് തന്നെയാണ് വർണ്ണന. നമുക്ക് ഓരോ ശ്ലോകങ്ങളായിട്ട് കാണാം. എൻ്റെ തൊണ്ടയ്ക്ക് എന്തോ ഒരു ചെറിയൊരു അടപ്പുണ്ട്, ക്ഷമിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ദശമസ്കന്ധേ ഷട്സപ്തതിതമോऽധ്യായഃ. ശ്രീശുക ഉവാച. അധാന്യദപി കൃഷ്ണസ്യ ശൃണു കർമാദ്ഭുതം നൃപ ക്രീഡാ നരശരീരസ്യ യഥാ സൗഭപതിർഹതഃ. ശിശുപാലസഖസാല്ലോ രുക്മിണ്യുദ്വാഹ ആഗതഃ. യദുഭിർനിർജിതഃ സംഖ്യേ ജരാസന്ധാദയസ്തദാ. സാൽവപ്രതിജ്ഞാമകരോത് ശൃണ്വതാം സർവഭൂഭുജാം. അയാദവീം ക്ഷ്മാം കരിഷ്യേ പൗരുഷം മമ പശ്യതാം. ഇതി മൂഢഃ പ്രതിജ്ഞായ ദേവം പശുപതിം പ്രഭും ആരാധയാമാസ നൃപ പാംസുമുഷ്ടിം സകൃഗ്രസൻ. ശ്രീശുക ഉവാച. അധാന്യദപി കൃഷ്ണസ്യ ശൃണു കർമാദ്ഭുതം നൃപ ക്രീഡാ നരശരീരസ്യ യഥാ സൗഭപതിർഹതഃ. ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനോട് പുതിയൊരു കഥ പറയാൻ ആരംഭിക്കുകയാണ്. അതാണ് അധ, മംഗളവാചിയായിട്ടുള്ള അനന്തരം എന്നുള്ള അർത്ഥം വരുന്ന ആ വാക്യം.
അന്യതപി കൃഷ്ണസ്യ കർമ്മ അത്ഭുതം കർമ്മ ശൃണു. അന്യതപി മറ്റൊരു കർമ്മം. ആരുടെ? കൃഷ്ണസ്യ. എങ്ങനെയുള്ള കർമ്മം? അത്ഭുതം കർമ്മ. അപ്പൊ കൃഷ്ണന്റെ അത്ഭുതകരമായിട്ടുള്ള ഒരു കർമ്മം, എല്ലാവരെയും എന്താ പറയുക, ആശ്ചര്യപ്പെടുത്തുന്നതായിട്ടുള്ള ഭഗവാന്റെ ഒരു ലീല, അതിനെക്കുറിച്ച് കേൾക്കൂ നൃപ, അല്ലയോ രാജാവേ. കൃഷ്ണൻ എങ്ങനെയുള്ളവനാണ്? ക്രീഡാ നരശരീരസ്യ. ഭഗവാൻ ക്രീഡയായിട്ട് നരശരീരം ധരിച്ചിരിക്കുന്നേ ഉള്ളൂ. വാസ്തവത്തിൽ ഭഗവാൻ നരനല്ല എന്ന് ഇതിൽ കൂടെ തന്നെ സൂചിപ്പിക്കുകയാണ്. വേഷം കെട്ടി കളിക്കുകയാണ്. നരവേഷം കെട്ടി കളിക്കുന്ന, ക്രീഡിക്കുന്നതായിട്ടുള്ള ആ ഭഗവാനാൽ യഥാ എപ്രകാരമാണോ സൗഭപതി ഹതഃ. സൗഭപതി, സൗഭം എന്ന വിമാനത്തിന്റെ ഉടമസ്ഥൻ. സൗഭം എന്നുള്ളതൊരു വിമാനത്തിന്റെ പേരാണ്. ആ വിമാനത്തെക്കുറിച്ച് വരുന്നുണ്ട് വിസ്തരിച്ച്. അപ്പോൾ ആ വിമാനത്തിന്റെ പതിയാണ് സാൽവൻ. അപ്പൊ സാൽവനെ വിശേഷിപ്പിച്ചത് തന്നെയാണ് സൗഭപതി ഹതഃ, കൊല്ലപ്പെട്ടത്. അപ്പൊ എപ്രകാരമാണോ ആ സൗഭത്തിന്റെ ഉടമസ്ഥനായ സാൽവൻ കൊല്ലപ്പെട്ടത്, ക്രീഡയായി നരശരീരം ധരിച്ചിരിക്കുന്ന കൃഷ്ണന്റെ അത്ഭുതമായിട്ടുള്ള ആ കർമ്മത്തെക്കുറിച്ച് കേട്ടാലും എന്ന് ആമുഖമായി പറയുകയാണ്, ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അത്ഭുതം എന്ന് പറയുമ്പോൾ ഉടനെ താല്പര്യം ഉണ്ടാവും എല്ലാവർക്കും, അല്ലേ? അല്ലെങ്കിൽ തന്നെ പരീക്ഷത്തിന് ഭഗവാന്റെ എത്ര കഥ കേട്ടാലും അത്ഭുതം തന്നെയാണ്. എങ്കിലും ഒന്നുകൂടെ മനസ്സിരുത്തിക്കോളൂ എന്നാണ് താല്പര്യം. ശിശുപാലസഖസാൽവോ രുക്മിണ്യുദ്വാഹആഗതഃ യദുഭിർനിർജിത സംഖ്യേ ജരാസന്ധാദയസ്തദാ. ശിശുപാലസഖഃ സാൽവഃ. സാൽവനെന്നും ശാൽവനെന്നും പറയാവുന്നതാണ്. ശ സ രണ്ടും അഭേദമായി പ്രയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ പ്രയോഗിക്കാം. അപ്പൊ സാൽവഹ എന്നോ ശാൽവഹ എന്നോ പറയാം. അപ്പൊ ശിശുപാലന്റെ കൂട്ടുകാരനാണ് ഈ സാൽവൻ. രുക്മിണ്യുദ്വാഹേ ആഗതഃ. രുക്മിണ്യുദ്വാഹേ എന്നുള്ള സപ്തമി വിഭക്തിയാണ്. ആഗതഃ എന്നുള്ളതിലെ ആകാര സ്വരാക്ഷരം ആരംഭിച്ചത് കൊണ്ട് എ എന്നുള്ള ഏകാരം ലോപിച്ചു പോയതാണ് സന്ധി നിയമപ്രകാരം. രുക്മിണ്യുദ്വാഹേ പ്ലസ് ആഗതഃ രുക്മിണ്യുദ്വാഹ ആഗതഃ എന്നായി മാറുന്നു. ഉദ്വാഹേ വിവാഹത്തിൽ, രുക്മിണിയുടെ വിവാഹത്തിൽ വന്നവനായിരുന്നു ആര്? സാൽവനും. എപ്പോൾ? ആ സംഖ്യ എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് യുദ്ധത്തിൽ, രുക്മിണി വിവാഹ സന്ദർഭത്തിലുണ്ടായ യുദ്ധത്തിൽ. ജരാസന്ധാദയഃ യഥാ തഥാ യദുഭിഃ നിർജിതഃ. എപ്രകാരമാണോ ശിശുപാലൻ, ജരാസന്ധൻ മുതലായവർ യാദവന്മാരാൽ ബലരാമസ്വാമിയുടെ നേതൃത്വത്തിൽ ജയിക്കപ്പെട്ടത്, അതേ സന്ദർഭത്തിൽ സാൽവനും പരാജയപ്പെട്ടിരുന്നു. യാദവന്മാർ സാൽവനെയും പരാജയപ്പെടുത്തിയിരുന്നു. അതാണ് യദുഭിഃ നിർജിതഃ. യാദവന്മാരാൽ നിതരാം ജിതഃ, നന്നായി ജയിക്കപ്പെട്ടു, പരാജയപ്പെടുത്തി. അങ്ങനെ അന്ന് ശിശുപാലൻ, ജരാസന്ധൻ മുതലായവർ പരാജയപ്പെട്ട് ഓടിയപ്പോൾ കൂട്ടത്തിൽ ഓടിയ ആളാണ് സാൽവനും. അങ്ങനെ ആ രുക്മിണി സ്വയംവരത്തിൽ തന്റെ കൂട്ടുകാരനായ ശിശുപാലനെ ഭഗവാൻ അപമാനിച്ചു. എങ്ങനെ? ശിശുപാലന് നിശ്ചയിച്ച വധുവിനെ തട്ടിക്കൊണ്ടുപോയിക്കൊണ്ട്, മാത്രമല്ല യുദ്ധത്തിൽ തങ്ങളെ പരാജയപ്പെടുത്തുകയും ചെയ്തുകൊണ്ട്. അപ്പൊ പിന്നെ ഉള്ളിൽ ശത്രുത ഇല്ലാതിരിക്കുമോ? അങ്ങനെ ആ ശത്രുതയോടുകൂടിയവനായിട്ടുള്ള സാൽവൻ അവിടെ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറയാം. സാൽവഃ പ്രതിജ്ഞാമകരോത് ശൃണ്വതാം സർവഭൂഭുജാം അയാദവീം ക്ഷ്മാം കരിഷ്യേ പൗരുഷം മമ പശ്യത. സാൽവഃ പ്രതിജ്ഞാമകരോത് ശൃണ്വതാം സർവഭൂഭുജാം അയാദവീം ക്ഷ്മാം കരിഷ്യേ പൗരുഷം മമ പശ്യത.
അപ്പോൾ ആ രുക്മിണി സ്വയംവര വേളയിൽ പരാജിതനായ സാൽവ പ്രതിജ്ഞാം അകരോത്, പ്രതിജ്ഞയെ ചെയ്തു. എപ്പോൾ? ശൃണ്വതാം സർവഭൂഭുജാം ശൃണ്വതാം സതാം. സതിസപ്തമി പ്രയോഗം. എല്ലാ രാജാക്കന്മാരും കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സാൽവൻ പ്രതിജ്ഞയെ ചെയ്തു. എന്ത് പ്രതിജ്ഞയാണ് ചെയ്തത്? അയാദവീം ക്ഷ്മാം കരിഷ്യേ. ക്ഷ്മാ എന്ന് പറഞ്ഞാൽ ഭൂമി. അപ്പൊ ക്ഷ്മാം ഭൂമിയെ, അഹം അയാദവീം കരിഷ്യേ, ഞാൻ യാദവന്മാരില്ലാത്തതാക്കി ചെയ്യും. അപ്പൊ യാദവന്മാരെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കും, ഉന്മൂലനം ചെയ്യും. പൗരുഷം മമ പശ്യത, നിങ്ങളെല്ലാവരും യൂയം മമ പൗരുഷം പശ്യത, എന്റെ പരാക്രമത്തെ, എന്റെ ശക്തിയെ നിങ്ങളൊക്കെ കാണുക. ഞാൻ ഈ യാദവ വംശത്തെ ഭൂമിയിൽ നിന്ന് ഒഴിക്കും, നിങ്ങൾ എന്റെ പൗരുഷം കണ്ടോളൂ എന്ന് രാജാക്കന്മാർ കേൾക്കെ ഈ സാൽവൻ പ്രതിജ്ഞ ചെയ്തു. എന്നിട്ട് എന്തു ചെയ്തു? ഇതിമൂഢഃ പ്രതിജ്ഞായ ദേവം പശുപതിം പ്രഭും ആരാധയാമാസ നൃപ പാംസുമുഷ്ടിം സകൃഗ്രസൻ. ഇതി മൂഢഃ, ഇങ്ങനെ മോഹിതനായ, അഹങ്കാരം കൊണ്ട് ഭ്രമിച്ചു പോയവനായിട്ടുള്ള സാൽവൻ പ്രതിജ്ഞായ, ഇങ്ങനെ പ്രതിജ്ഞയെ ചെയ്തിട്ട് ദേവം പശുപതിം പ്രഭും ആരാധയാമാസ, ആ പശുപതിയായ മഹാദേവനാകുന്ന ദേവനെ, പ്രഭുവിനെ ആരാധിച്ചു, തപസ്സനുഷ്ഠിച്ചു എന്നർത്ഥം. അല്ലയോ രാജാവേ, എങ്ങനെയാ തപസ്സനുഷ്ഠിച്ചത്? പാംസുമുഷ്ടിം സകൃഗ്രസൻ. പാംസു എന്ന് പറഞ്ഞാൽ ധൂളി, മണ്ണ് എന്നൊക്കെ അർത്ഥം. അപ്പൊ മണ്ണിൽ നിന്നുള്ള പൂഴി, അതൊരു മുഷ്ടി, അതാണ് പാംസു മുഷ്ടി. ഒരു മുഷ്ടിയിൽ കൊള്ളുന്ന മണ്ണെടുത്ത് സകൃത്, ഒരിക്കൽ ഭുജന്, ഗ്രസന് ഒരിക്കൽ ഭുജിക്കും. അപ്പൊ ഒരു പ്രാവശ്യം ഒരു പിടി മണ്ണ് ഭക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്രയോ കാലം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത പിടി മണ്ണ് ഭക്ഷിക്കുക. അങ്ങനെ ഒരു തപസ്സായിരുന്നു. വേറൊന്നും ഭക്ഷിക്കാതെ മണ്ണ് മാത്രം ഭക്ഷിച്ചുകൊണ്ട്, അതും ഒരു പിടി മണ്ണ് വല്ലപ്പോഴും ഭക്ഷിച്ചുകൊണ്ട് ശിവനെ തപസ്സനുഷ്ഠിക്കുകയാണ്. അപ്പൊ കഠിനമായിട്ടുള്ള തപസ്സാണ് എന്ന് പറയാം. അങ്ങനെ ഒരു വർഷം നീണ്ടു. അതാണ് സംവത്സരാന്തേ ഭഗവാൻ ആശുതോഷഃ ഉമാപതി വരേണ ഛന്ദയാമാസ സാൽവം ശരണമാഗതം. സംവത്സരാന്തേ ഭഗവാൻ ആശുതോഷ ഉമാപതി വരേണ ഛന്ദയാമാസ സാൽവം ശരണമാഗതം. ഭഗവാൻ ആശുതോഷനാണ്, പെട്ടെന്ന് പ്രസാദിക്കുന്നവനാണ്. അതുകൊണ്ട് ഒരു വർഷം മതിയായി. ഒറ്റ വർഷം കൊണ്ട് തന്നെ ഭഗവാൻ പ്രസാദിച്ചു എന്നാ പറയണത്. ബാക്കി വല്ല ദേവതകളായിരുന്നെങ്കിൽ അനേക വർഷങ്ങൾ വേണ്ടി വന്നേനെ. ആശുതോഷനായ ഉമാപതി ഭഗവാൻ സംവത്സരാന്തേ, ഒരു വർഷം കഴിയുമ്പോൾ തന്നെ പ്രസാദിച്ചുകൊണ്ട് ശരണമാഗതം സാൽവം, തന്നെ ശരണം പ്രാപിച്ചിരിക്കുന്ന സാൽവനെ വരേണ ഛന്ദയാമാസ, വരം കൊണ്ട് പ്രേരിപ്പിച്ചു. നിന്റെ ഛന്ദസ്സിനനുസരിച്ച്, അഥവാ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ വരം ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്തു. അങ്ങനെ വരം ഭരിച്ചു കൊള്ളാനായിട്ട് പ്രേരിപ്പിച്ചു തന്നെ ശരണം പ്രാപിച്ചിരിക്കുന്ന ഈ സാൽവനെ. ആര്? ഉമാപതി. അപ്പൊ അവൻ വരം ചോദിച്ചത് എന്താണ്? ദേവാസുരമനുഷ്യാണാം ഗന്ധർവോരഗരക്ഷസാം അഭേദ്യം കാമകം വവ്രേ സയാനം വൃഷ്ണിഭീഷണം. ദേവാസുരമനുഷ്യാണാം ഗന്ധർവോരഗരക്ഷസാം അഭേദ്യം കാമകം വവ്രേ സയാനം വൃഷ്ണിഭീഷണം. അദ്ദേഹം സഹ യാനം വവ്രേ, സഹ സാൽവ വവ്രേ എന്ന് പറഞ്ഞാൽ വരിച്ചു, വരമായി സ്വീകരിച്ചു. എന്തിനെ? യാനം, ഒരു വാഹനത്തെ. യാനം എന്നാൽ
യാത്ര ചെയ്യാനുള്ള ഒരു വാഹനത്തെ, ഇവിടെ ഒരു വിമാനം പോലൊരു യാനമാണ്. അപ്പോൾ അത് എങ്ങനെയുള്ളത് എന്ന് വർണ്ണിക്കുകയാണ്. അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ദേവാസുര മനുഷ്യാണാം ഗന്ധർവോരക രക്ഷസാം അഭേദ്യം. ദേവന്മാര്, അസുരന്മാര്, മനുഷ്യന്മാര്, ഗന്ധർവന്മാര്, ഉരകങ്ങൾ, രക്ഷസുകൾ മുതലായി സൃഷ്ടിയിലെ പ്രഗത്ഭരായ ആർക്കും അഭേദ്യം, നഭേദ്യം, ആർക്കും തകർക്കാൻ കഴിയാത്തത്. അപ്പോ സൃഷ്ടിയിലെ പ്രമുഖരായ ആളുകളെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തു. ആര്? ഈ സാൽവൻ. ചെറിയ ചെറിയ പ്രാണികളെയൊന്നും കൂട്ടിയിട്ടുണ്ടാവില്ല, അവർക്കൊന്നും ഇത് തകർക്കാൻ കഴിയില്ല എന്നുള്ള ഉറപ്പുണ്ട്. അപ്പൊ ശക്തന്മാരായിട്ടുള്ള ആളുകളെയൊക്കെ കൂട്ടി. ദേവന്മാർ ഏറ്റവും പ്രഗത്ഭരാണ്, അസുരന്മാര് മോശക്കാരല്ല, മനുഷ്യന്മാര് മോശക്കാരല്ല, ഗന്ധർവന്മാര്, ഉരകങ്ങള്, രക്ഷസ് മുതലായവരൊക്കെ. ഇനി വേണമെങ്കിൽ സൃഷ്ടിയിൽപ്പെട്ട, ബ്രഹ്മാവിന്റെ സൃഷ്ടിയിൽപ്പെട്ട ആർക്കും ഭേദിക്കാൻ കഴിയാത്തതും കാമകം. കാമകം എന്ന് പറഞ്ഞാൽ തന്റെ ഇച്ഛയ്ക്കനുസരിച്ച്, കാമത്തിനനുസരിച്ച് ഗമിക്കുന്നത്. അപ്പൊ താൻ സങ്കല്പിക്കുന്ന രീതിയിൽ സഞ്ചരിക്കുന്നതും. വൃഷ്ണി ഭീഷണം, ആ യാനം വൃഷ്ണിവംശത്തിന് ഭയത്തെ ജനിപ്പിക്കുന്നത്, യാദവന്മാരെ ഭയപ്പെടുത്തുന്നതുമായിട്ടുള്ള ആ യാനത്തെ അദ്ദേഹം വരിച്ചു. അപ്പൊ മഹാദേവനിൽ നിന്ന് ഒരു യാനമാണ് വരിച്ചത്. അത് ആർക്കും നശിപ്പിക്കാൻ കഴിയാത്തതും ഇഷ്ടം പോലെ യജമാനന്റെ മനസ്സറിഞ്ഞ് സഞ്ചരിക്കുന്നതും യാദവ വംശത്തിനെ തന്നെ ഭയപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള വിമാനമാണ്, ഒരു യാനമാണ് അദ്ദേഹം മഹാദേവനിൽ നിന്ന് വരിച്ചത്. തദേതി ഗിരിശാദിഷ്ടോ മയഃ പരപുരഞ്ജയഃ പുരം നിർമ്മായ ശാൽവായ പ്രാദാത് സൗഭമയസ്മയം. തദേതി ഗിരിശാദിഷ്ടോ മയഃ പരപുരഞ്ജയഃ പുരം നിർമ്മായ സാൽവായ പ്രാദാത് സൗഭം അയസ്മയം. തദാ ഇതി ഗിരിശാദിഷ്ടഃ പരപുരഞ്ജയഃ മയഃ അയസ്മയം സൗഭം പുരം നിർമ്മായ സാൽവായ പ്രാദാത്. തദാ ഇതി. അപ്പൊ ഭഗവാൻ മഹാദേവൻ ഇവൻ ആഗ്രഹിച്ച പ്രകാരമുള്ള വരത്തെ കൊടുത്തു. തദാ ഇതി, അങ്ങനെ ആവട്ടെ, തദാസ്തു എന്ന് അനുഗ്രഹിക്കുകയും പിന്നീട് ഗിരിശാദിഷ്ടഃ പരപുരഞ്ജയഃ മയഃ, ശിവനാൽ ആദേശിക്കപ്പെട്ടവനായിട്ടുള്ള ശത്രുക്കളുടെ പുറത്തെ ജയിക്കുന്നവനായ മയൻ, അസുരശില്പിയായ മയനെ ഭഗവാൻ മഹാദേവൻ നിർദ്ദേശിച്ചു. അതെ, ഇത് എങ്ങേർക്ക് എന്താ അയാൾ പറയണ വെച്ചാൽ ആ ഒരു എന്താ പറയുക യോഗ്യതയുള്ളതായിട്ടുള്ള, അയാൾ ആവശ്യപ്പെടുന്ന പ്രകാരമുള്ളതായിട്ടുള്ള ഒരു യാനത്തെ അങ്ങ് നിർമ്മിച്ചു കൊടുക്കൂ എന്ന് മയനോട് മഹാദേവൻ ആജ്ഞാപിച്ചു. മയൻ അപ്രകാരം തന്നെ മയഃ അയസ്മയം സൗഭം പുരം നിർമ്മായ. അയസ്മയം എന്ന് പറഞ്ഞാൽ അയസ് ഇരുമ്പാണ്, ഇരുമ്പ് കൊണ്ടുള്ള ആ സൗഭം എന്ന പേരോടുകൂടിയ പുരത്തെ നിർമ്മിച്ചിട്ട്, സഞ്ചരിക്കുന്ന പുരമാണ്, യാനമാണ്, അതിനെ നിർമ്മിച്ചിട്ട് സാൽവായ പ്രാദാത്, സാൽവനായിട്ട് ദാനം ചെയ്തു. അപ്പൊ മഹാദേവന്റെ ആജ്ഞപ്രകാരം മയൻ എന്ന അസുരശില്പി ഇരുമ്പ് കൊണ്ട് ഇതുപോലെ കാമകമായിരിക്കുന്ന വലിയ പുരത്തെ അഥവാ യാനത്തെ നിർമ്മിച്ച് സാൽവനായിക്കൊണ്ട് പ്രദാനം ചെയ്തു. സലബ്ധ്വാ കാമകം യാനം തമോധാമ ദുരാസദം യയൗ ദ്വാരവതീം സാൽവോ വൈരം വൃഷ്ണികൃതം സ്മരൻ. സലബ്ധ്വാ കാമകം യാനം തമോധാമ ദുരാസദം യയൗ ദ്വാരവതീം സാൽവോ വൈരം വൃഷ്ണികൃതം സ്മരൻ. തമോധാമ ദുരാസദം കാമകം യാനം ലബ്ധ്വാ സഹ സാൽവഃ. അപ്പൊ സാൽവൻ തനിക്കിഷ്ടപ്പെട്ട യാനം ലഭിച്ചു. താൻ ആവശ്യപ്പെട്ട സ്പെസിഫിക്കേഷൻസോട് കൂടിയ
ആ വാഹനം നിർമ്മിച്ച് നൽകപ്പെട്ടു. അതെങ്ങനെയുള്ളത്? തമോധാമ, ഇരുട്ടിൻ്റെ ഇരിപ്പിടമാണ്. തമസിന്റെ ധാമം എന്ന് വെച്ചാൽ അതെവിടെ പോകുന്നു അവിടെയൊക്കെ തമസിനെ വ്യാപിപ്പിക്കും. മായയാണ്, മായ കൊണ്ട് നിർമ്മിച്ചതാണ്. അപ്പൊ ഇരുട്ടിൻ്റെ എന്താ പറയുക, മാനിഫെസ്റ്റേഷനായിരിക്കുന്ന, ഇരുട്ടിൻ്റെ വാസസ്ഥാനമായിരിക്കുന്ന, തമോധാമമായിരിക്കുന്ന ദുരാസതം, ആർക്കും അതിനെ സമീപിക്കാൻ, എതിർക്കാൻ ഒന്നും കഴിയാൻ, കീഴ്പ്പെടുത്താൻ പറ്റാത്തതായിട്ടുള്ള കാമകം യാനം, തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഗമിക്കുന്ന ആ യാനത്തെ ലബ്ധ്വാ സഹ സാൽവഃ, ആ സാൽവൻ വൃഷ്ണികൃതം വൈരം സ്മരന് ദ്വാരവതീം യയൗ, ആ വൃഷ്ണികൾ മുമ്പ് തന്നോട് ചെയ്ത വൈരത്തെ സ്മരിച്ചുകൊണ്ട്, അല്ലേ, ആ രുക്മിണി വിവാഹത്തിൽ പരാജയപ്പെടുത്തിയതായിട്ടുള്ള ആ ശത്രുതയെ ഓർത്തുകൊണ്ട് ഇപ്പോ ഈ രാജസൂയയാഗം നടന്നു കഴിഞ്ഞതിൻ്റെ അതിന് പിന്നാലെ ദ്വാരവതീം യയൗ, ദ്വാരകാപുരിയിലേക്ക് ഈ യാനത്തിൽ സൗഭൻ വന്നു ചേർന്നു. നിരുദ്യ സേനയാ സാൽവോ മഹത്യാ ഭരതർഷഭ പുരീം ബഭഞ്ജോ ഭവനാനി ഉദ്യാനാനി ച സർവശഃ. നിരുദ്യ സേനയാ സാൽവോ മഹത്യാ ഭരതർഷഭ പുരീം ബഭഞ്ജോ ഭവനാനി ഉദ്യാനാനി ച സർവശഃ. ഹേ ഭരതർഷഭ, അല്ലയോ ഭരതവംശത്തിൽ ജനിച്ച പരീക്ഷിത്ത് രാജാവേ, മഹത്യാ സേനയാ, വലിയൊരു സേനയോടുകൂടെ, സാൽവഃ പുരീം നിരുദ്ധ്യ, ആ സാൽവൻ പുരിയെ നിരോധിച്ചിട്ട്, എന്ന് വെച്ചാലോ ദ്വാരകാപുരിയെ ചുറ്റി വളഞ്ഞിട്ട്, രോധിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ചുറ്റി വളഞ്ഞ് വേറെ ആർക്കും അകത്തേക്കും പുറത്തേക്കും പ്രവേശിക്കാൻ കഴിയാത്ത വിധം അതിനെ വളഞ്ഞു. അതാണ് പുരിയും നിരുദ്ധ്യ. പുരിയും നിരുദ്ധ്യ ഉപവനാനി ഉദ്യാനാനി സർവശഃ ബഭഞ്ജ. ഇവിടെ ഹനുമാൻ സ്വാമി ലങ്കയിൽ ചെന്ന് രാവണന്റെ ഉദ്യാനങ്ങളൊക്കെ നശിപ്പിച്ചതുപോലെ ഇവരും എന്ത് ചെയ്തു? ഉപവനങ്ങളും ഉദ്യാനങ്ങളും, ഉപവനങ്ങൾ പല ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന തോട്ടങ്ങൾ, ഉദ്യാനങ്ങൾ പുഷ്പവൃക്ഷങ്ങൾ നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള തോട്ടങ്ങൾ, അങ്ങനെയുള്ളതിനെ സർവശഃ ബഭഞ്ജ, എല്ലാ പ്രകാരത്തിലും എല്ലാ ഭാഗത്തു നിന്നും നശിപ്പിച്ചു എന്നാണ്. മുഴുവനായിട്ട് നശിപ്പിക്കും. അപ്പൊ ദ്വാരകയിലെ ഉദ്യാനങ്ങളും ഉപവനങ്ങളും ആക്രമിച്ച് നശിപ്പിക്കുകയാണ് ഈ സൗഭൻ ചെയ്യുന്നത്. സഗോപുരാണി ദ്വാരാണി പ്രാസാദ അട്ടാലതോളിക വിഹാരാൻ സവിമാനാഗ്ര്യാത് നിപേതുഹു ശസ്ത്രവൃഷ്ടയഃ. സഗോപുരാണി ദ്വാരാണി പ്രാസാദ അട്ടാളതോളികാഃ വിഹാരാൻ സവിമാനാഗ്ര്യാത് നിപേതുഹു ശസ്ത്രവൃഷ്ടയഃ. അപ്പൊ അവൻ, ആ സാൽവൻ, ഗോപുരാണി ദ്വാരാണി പ്രാസാദ അട്ടാല തോളികാഹ വിഹാരാൻ വിമാനാഗ്ര്യാത് നിപേതുഹു. അപ്പോൾ അദ്ദേഹം എവിടേക്കൊക്കെ എന്തൊക്കെ പൊളിച്ചു കളഞ്ഞു, ബഭഞ്ജ എന്ന് പൂർവ്വ ശ്ലോകത്തിൽ പറഞ്ഞതിനോട് ചേർത്ത് വായിക്കണം. സഹ ഗോപുരാണി ബഭഞ്ജ, ദ്വാരാണി ബഭഞ്ജ, പ്രാസാദാനി ബഭഞ്ജ, അട്ടാളാനി ബഭഞ്ജ, തോളികാഹ ബഭഞ്ജ, വിഹാരാൻ ബഭഞ്ജ, എല്ലാറ്റിനെയും നശിപ്പിച്ചു. അപ്പോൾ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ കവാടങ്ങൾ, അതിൻ്റെ ഗോപുരങ്ങൾ. ദ്വാരങ്ങൾ എന്ന് പറഞ്ഞാൽ വാതിലുകൾ, കോട്ടവാതിലുകൾ, കെട്ടിടങ്ങളുടെ വാതിലുകൾ. പ്രാസാദങ്ങൾ എന്ന് പറഞ്ഞാൽ മതിലുകൾ. അതുപോലെ അട്ടാലങ്ങൾ എന്ന് പറഞ്ഞാൽ മട്ടുപ്പാവുകൾ അല്ലെങ്കിൽ ഉയർന്ന വേദികൾ. കോട്ടയ്ക്ക് മുകളിൽ വീക്ഷിക്കാനായിക്കൊണ്ട് അട്ടം പോലെ ഉയർന്ന പ്രദേശങ്ങൾ ഉണ്ടാകും. അതിനാണ് അട്ടാലങ്ങൾ എന്ന് പറയുന്നത്. ചെറിയ
എന്താ പറയുക, ഇരിക്കാനുള്ള ഭടന്മാർക്ക്, കാവൽക്കാർക്കൊക്കെ വീക്ഷിക്കാനായിക്കൊണ്ടൊക്കെ ഇരിക്കാനുള്ള ഉയർന്ന സ്ഥാനങ്ങൾ, അങ്ങനെയുള്ള അട്ടാലങ്ങൾ. ഇനി വീടുകളിലെ അട്ടാലങ്ങൾ എന്ന് പറഞ്ഞാൽ മട്ടുപ്പാവുകൾ, ബാൽക്കണികൾ എന്നൊക്കെ അർത്ഥമാണ്. അപ്പം അങ്ങനെയുള്ള ബാൽക്കണികളും മറ്റും. തോളികകൾ എന്ന് പറഞ്ഞാൽ ക്രീഡാഭവനങ്ങൾ, പലതരത്തിലുള്ള ക്രീഡകൾക്കുള്ള ഭവനങ്ങളാണ് തോളികകൾ. അപ്പോൾ അട്ടാലങ്ങൾ, തോളികകൾ ഇവയെല്ലാം, അതുപോലെ വിഹാരാൻ മറ്റ് ക്രീഡാസ്ഥാനങ്ങളെയും എല്ലാം ഭഞ്ചിച്ചു, നശിപ്പിച്ചു. മാത്രമല്ല വിമാനാഗ്ര്യാത് ശസ്ത്രവൃഷ്ടയ നിപേതുഹു, ആ സൗഭം എന്ന വിമാനത്തിന്റെ മുകളിൽ നിന്ന് ഈ ഭൂമിയിലെ ദ്വാരകാപുരിയിലേക്ക് ശസ്ത്രവൃഷ്ടയ ആയുധവർഷങ്ങൾ, വൃഷ്ടികൾ നിപേതു, പതിച്ചു. പലതരത്തിലുള്ള ആയുധങ്ങൾ വന്ന് വീഴുകയാണ്, പതിക്കുകയാണ്, ദ്വാരകാവാസികൾക്ക് മുഴുവൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്. ശിലാദ്രുമാശ്ചാശനയ സർപ്പ ആസാര ശർക്കരാഹ പ്രചണ്ഡശ്ചക്രവാതോ ഭൂത് രജസാച്ഛാദിതാ ദിശഃ. ശിലാദ്രുമാശ്ചാശനയ സർപ്പ ആസാര ശർക്കരാഹ പ്രചണ്ഡശ്ചക്രവാതോ ഭൂത് രജസാച്ഛാദിതാ ദിശഃ. അപ്പോ എന്തൊക്കെ ഭവിച്ചു? അഭൂത്, അഭൂത് എന്ന് പറഞ്ഞാൽ ഭവിച്ചു. ശിലാഹ ദ്രുമാഹ അശനയഃ സർപ്പാഹ ആസാര ശർക്കരാഹ പ്രചണ്ഡഃ ചക്രവാതഃ അഭൂത്. അപ്പോ അന്തരീക്ഷത്തിൽ നിന്ന്, ആകാശത്തിൽ നിന്നൊക്കെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ദ്വാരകാപുരിയിലേക്ക് വന്ന് പതിച്ചു. വൃഷ്ടികളുണ്ടായി, ഭവിച്ചു എന്നർത്ഥം. ഏതൊക്കെ? ശിലകൾ, വലിയ വലിയ കല്ലുകൾ, പാറകളൊക്കെ വന്ന് പതിക്കാൻ തുടങ്ങി ദ്വാരകയിൽ. ദ്രുമാഹ വൃക്ഷങ്ങൾ പറിച്ചെറിയുന്നുണ്ട്. അശനയ അശനികൾ എന്ന് പറഞ്ഞാൽ ഇടിത്തി, ഇടിമിന്നൽ എന്നൊക്കെ അർത്ഥം. അപ്പൊ ഇടിത്തീകൾ പോലെയുള്ളതായിട്ടുള്ള പ്രയോഗങ്ങളുണ്ട്. ഇതെല്ലാം മായയാണ്, ആ സൗഭത്തിൽ നിന്നുള്ള പ്രയോഗങ്ങളാണ്. സർപ്പാഹ വലിയ വലിയ വിഷസർപ്പങ്ങളൊക്കെ വന്ന് പതിക്കുന്നുണ്ട്. ആസാര ശർക്കരാഹ, ശർക്കര എന്ന് പറഞ്ഞാൽ പൂഴി, കല്ല് എന്നൊക്കെ അർത്ഥമാണ്. അത് ആസാരമായിട്ട്, ആസാരം എന്ന് പറഞ്ഞാൽ വൃഷ്ടി, മഴ. അപ്പൊ ശർക്കര കൊണ്ടുള്ള വൃഷ്ടി, പൂഴി മണ്ണും കല്ലും കൽക്കണ്ട് പോലെയുള്ളതായിട്ടുള്ള കല്ലുകളും മറ്റുമൊക്കെ വന്ന് പതിക്കുകയാണ്. ആസാര ശർക്കരാഹ. ഇതെല്ലാം കൂടിയിട്ട് പ്രചണ്ഡ ചക്രവാത അഭൂത്, അതിഭയാനകമായിട്ടുള്ള ചുഴലിക്കാറ്റ്, ചക്രവാത. ആ ചുഴലിക്കാറ്റുമുണ്ടായി. ദിശഃ രജസ ആച്ഛാദിതാഹ, ദിക്കുകളെല്ലാം ധൂളികൾ കൊണ്ട്, പൊടി കൊണ്ട് മറയ്ക്കപ്പെട്ടു, രജസ് കൊണ്ട് മറയ്ക്കപ്പെട്ടു. അല്ലേ? തമോ ഗുണ മൂർത്തിയായ സാൽവൻ തമോ ഗുണ സ്വരൂപമായ സൗഭവുമായിട്ട് വന്ന് ഇവിടെ ഭൂമിയിലെ ധൂളികളെ, രജസ്സിനെയെല്ലാം ഇളക്കിവിട്ട് മൊത്തത്തിൽ അന്തരീക്ഷം തമോമയമാക്കി തീർത്തു. എല്ലാം തമസായി തീർന്നു. അതാണ് രജസ ആച്ഛാദിത. എല്ലായിടവും പൊടി കൊണ്ട് നിറഞ്ഞപ്പോൾ ഒന്നും കാണാതെയായി. ഇത്യർദ്യമാന സൗഭേന കൃഷ്ണസ്യ നഗരീ വൃശം നാഭ്യപദ്യദശം രാജൻ ത്രിപുരേണ യദാ മഹീ. ഇത്യർദ്യമാന സൗഭേന കൃഷ്ണസ്യ നഗരീ വൃശം നാഭ്യപദ്യദശം രാജൻ ത്രിപുരേണ യദാ മഹീ. ഇതി സൗഭേന വൃശം മർദ്യമാന കൃഷ്ണസ്യ നഗരീ. കൃഷ്ണസ്യ നഗരി, കൃഷ്ണന്റെ നഗരം ദ്വാരകാ നഗരം. അത് ഇത് ഇപ്രകാരം സൗഭേന, സൗഭം എന്ന വിമാനത്താൽ, അതിന് സ്വയം ആയുധവർഷം ചെയ്യാനൊക്കെയുള്ള സാമർഥ്യമുള്ള മായാനിർമ്മിതമായ വിമാനമാണ്. അപ്പൊ ഇങ്ങനെ സൗഭേന വൃശം മർദ്യമാന, നന്നായി പീഡിപ്പിക്കപ്പെട്ടതായിട്ടുള്ള കൃഷ്ണസ്യ നഗരി, ആ കൃഷ്ണന്റെ നഗരം ദ്വാരകാപുരി. ഹേ രാജൻ, ത്രിപുരേണ മഹീയത ശംനാഭ്യപദ്യത. ആ ത്രിപുരന്മാരാകുന്ന അസുരന്മാരാൽ ഭൂമി എപ്രകാരമാണ്
പീഡിപ്പിക്കപ്പെട്ടത്. അതുപോലെയായി ശം നഭ്യപദ്യത, സുഖത്തെ ലഭിച്ചില്ല, പ്രാപിച്ചില്ല. അപ്പൊ ഭൂമിയിൽ മുഴുവൻ അസ്വസ്ഥതയെ ഉണ്ടാക്കിക്കൊണ്ട് ആർക്കും സുഖം കൊടുക്കാത്ത രീതിയിൽ ഭൂമി മുഴുവൻ ഈ സൗഭത്താൽ പലതരത്തിലുള്ള ആയുധ വർഷങ്ങളും ധൂളി വർഷവും എല്ലാം കൊടുങ്കാറ്റും ഒക്കെ നിർമ്മിക്കപ്പെട്ടു, ചുഴലിക്കാറ്റൊക്കെ ഉണ്ടാക്കപ്പെട്ടു എന്നർത്ഥം. അപ്പൊ മൊത്തത്തില് എന്താ പറയുക, ഇളക്കി മറിക്കുകയാണ് ദ്വാരകാപുരിയെ. ഇവിടെ ഇപ്പൊ ഏതൊക്കെയോ ചുഴലിക്കാറ്റുകൾ അല്ലെ, വെസ്റ്റ് ഇൻഡീസ്, ജമൈക്ക ദ്വീപുകളിൽ 280 കിലോമീറ്റർ വേഗത്തിൽ ചുഴലിക്കാറ്റടിച്ച് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞോ എന്നറിയില്ല. അപ്പൊ അതുപോലെ ഇവിടെ ഈ സൗഭത്തിൽ നിന്നുണ്ടാകുന്ന മായ കൊണ്ട് പലതരത്തിലുള്ളതായിട്ടുള്ള ആയുധവർഷങ്ങളും ചുഴലിക്കാറ്റും പൊടിയും എല്ലാം നിറഞ്ഞു. അങ്ങനെ ദ്വാരകാ നഗരി അസ്വസ്ഥമായി തലകീഴായി മറിയുന്ന പോലെയായി. ഇങ്ങനെ ആക്രമണം അഴിച്ചുവിട്ടു സാൽവൻ. തുടർന്ന് നാരായണ പ്രദ്യുമ്നോ ഭഗവാൻ വീക്ഷ്യ ബാധ്യമാനാ നിജാഃ പ്രജാഃ മാ ബൈഷ്ഠേത്യഭ്യധാദ്ധീരോ രഥാരൂഢോ മഹായശാഃ. പ്രദ്യുമ്നോ ഭഗവാൻ വീക്ഷ്യ ബാധ്യമാനാ നിജാഃ പ്രജാഃ മാ ബൈഷ്ഠേതി അഭ്യധാദ്ധീരോ രഥാരൂഢോ മഹായശാഃ. അപ്പൊ ഇവിടെ പ്രദ്യുമ്ന ഭഗവാൻ ഐശ്വര്യ പൂർണ്ണനാണ്. പ്രദ്യുമ്നും ഭഗവാന്റെ അംശം തന്നെയാണ്. അപ്പൊ ശ്രീകൃഷ്ണന്റെ അംശഭൂതനായ കൃഷ്ണന്റെ മൂത്ത പുത്രനായ പ്രദ്യുമ്നൻ, അദ്ദേഹത്തെയാണ് ഇവിടെ ദ്വാരകയുടെ കാവൽ ഏൽപ്പിച്ചിട്ട് ഭഗവാൻ പോയിരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രദ്യുമ്നൻ ധീരഃ, ഭഗവാൻ ധീരഃ മഹായശാഃ, വലിയ കീർത്തിമാനാണ്. അങ്ങനെയുള്ള പ്രദ്യുമ്നഃ ബാധ്യമാനാഃ നിജാ പ്രജാഃ വീക്ഷ്യ, ഈ സാൽവനാൽ സൗഭത്താലെല്ലാം ബാധിക്കപ്പെടുന്ന പീഡിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള തന്റെ പ്രജകളെ കണ്ടിട്ട് നിജാഹ പ്രജാഹ വീക്ഷ്യ, നിജങ്ങളായ പ്രജകളെ കണ്ടിട്ട് രഥാരൂഢ സ്വയം തയ്യാറായി തന്റെ രഥത്തിൽ ആരൂഢനായിട്ട് പ്രജകളെ നോക്കിക്കൊണ്ട് മാ ബൈഷ്ട ഇതി അഭ്യധാത്, മാ ബൈഷ്ട ഭയപ്പെടരുത്, ഡോൺ വറി, അല്ലേ, ഞാനുള്ളപ്പോ എന്തിനു നിങ്ങൾ ഭയപ്പെടണം, യാമിരുക്ക ഭയമേൻ എന്ന് ചോദിച്ചുകൊണ്ട് അഭ്യധാത് അഭിദാനം ചെയ്തു. അഭിദാനം അഭിസംബോധന ചെയ്തു, എല്ലാവരെയും പിടിച്ചു നിർത്തി എന്നർത്ഥം. വാക്കുകളെ കൊണ്ട് എല്ലാവർക്കും ആത്മവിശ്വാസം കൊടുത്തു, ധൈര്യം കൊടുത്തു, ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു. മാ ബൈഷ്ടേതി അഭ്യധാത് ധീരോ രഥാരൂഢോ മഹായശാഹ. അങ്ങനെ പ്രദ്യുമ്നൻ ദ്വാരകയെ രക്ഷിക്കാനായി കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടു. സാത്യകിശ്ചാരുദേഷ്ണശ്ച സാംബോ ക്രൂരസഹാനുജഃ ഹാർദിക്യോ ഭാനുവിന്ദശ്ച ഗതശ്ച ശുകസാരണൗ അപരേ ച മഹേശ്വാസാഃ രഥയൂതപയൂതഭാഃ നിര്യയുർദംശിതാ ഗുപ്താഃ രഥേഭാശ്വപദാദിഭിഃ. അപ്പോഴേക്കും ഇവിടെ സാത്യകിയൊക്കെ എത്തിച്ചേർന്നിരുന്നു. രാജസൂയയാഗത്തിന് പോയിരുന്ന മറ്റു പലരും, സാമ്പൻ, അക്രൂരൻ, സാത്യകി എല്ലാവരും ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സാമ്പാദികളെ ഭഗവാൻ പറഞ്ഞയച്ചു എന്ന് ഇന്നലെ നമ്മൾ കണ്ടു. ഇവിടെ സാമ്പന്റെ പേരുണ്ട്, സാത്യകിയുടെ പേരുണ്ട്. ഇവരൊക്കെ രാജസൂയത്തിന് പോയവരായിരുന്നു, പക്ഷെ ആദ്യം തിരിച്ചു വന്നവരാണ്. അപ്പൊ സാത്യകിഹീച്ച അപരേ മഹേശ്വാസാഹ, സാത്യകിയും മറ്റുള്ള മഹേശ്വാസന്മാര്, വിശ്വാസം എന്നാൽ വില്ല്, മഹേശ്വാസാഹ എന്ന് പറഞ്ഞാൽ വലിയ വില്ലുള്ളവർ, വലിയ വില്ലാളി വീരന്മാർ.
വില്ലാളി വീരന്മാരായിട്ടുള്ളവർ യൂതപാഹ രഥാദി യൂതപങ്ങളുടെ സംഘങ്ങളുടെ എല്ലാം അധിപന്മാരായിട്ട് അനേക രഥികൾക്കെല്ലാം നായകന്മാരായ മഹാരഥന്മാരായിട്ടുള്ളവർ യൂതപാഹ ദംശിതാഹ ദംശനം ചെയ്യാന്ന് പറഞ്ഞാല് പടച്ചട്ട ഘടിപ്പിക്കുക. ശരീരത്തിൽ പടച്ചട്ടയെ ഘടിപ്പിക്കലാണ് ദംശനം ചെയ്യുക എന്ന് പറഞ്ഞ. ദംശിക്കുക എന്ന് പറഞ്ഞാൽ കടിക്കുക എന്ന അർത്ഥമുണ്ട്. പല്ലുകൊണ്ട് കടിക്കുന്നതും ദംശനമാണ്, ദംശിക്കുന്നതാണ് ദശനം, പല്ല്. ഇവിടെ ദംശിത എന്ന് പറയുമ്പോൾ പടച്ചട്ടയെ ശരീരത്തിൽ ഘടിപ്പിക്കുക. ശരീരത്തിൽ ഘടിപ്പിക്കലിനെ നമ്മൾ കടിപ്പിക്കുക എന്നും പറയും. മലയാളികൾ കടിപ്പിക്കുക, സംസ്കൃതത്തിൽ ഘടിപ്പിക്കുക. അപ്പൊ അത് തന്നെയാണ് ദംശനം. അപ്പൊ ദംശിതാഹ പടച്ചട്ടയണിഞ്ഞവരായിട്ട് രഥ ഇബ അശ്വ പദാദിഭിഹി ഗുപ്താഹ ചതുരംഗ സൈന്യം, അതാണ് രഥം തേര്, ഇഭം ആന, അശ്വം കുതിര, പദം കാലാള്. അപ്പൊ 4 വിധത്തിലുള്ള സൈന്യം, ആന, തേര്, കാലാള്, കുതിര, ഇങ്ങനെയുള്ള സൈന്യങ്ങളോട് ഗുപ്താഹ ഈ നായകന്മാര് സേവിതന്മാരായിട്ട് മറ്റുള്ള സൈന്യങ്ങളാൽ ചുറ്റപ്പെട്ടവരായിട്ട് നിര്യയുഹു നിർയാനം ചെയ്തു. പുരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു, നിർഗമിച്ചു എന്നർത്ഥം. അങ്ങനെ അവരെല്ലാം ആയുധങ്ങളുമായി പടച്ചട്ടയണിഞ്ഞ് യുദ്ധത്തിന് സജ്ജരായിട്ട് ഈ പറഞ്ഞ സാത്യകി, ചാരുദേഷ്ണൻ, സാമ്പൻ, അക്രൂരന്റെ അനുജൻ, ഹാർദിക്യൻ, ഭാനുവിന്ദൻ, ഗതൻ, ശുകസാരണൻ. ശുഗനും സാരണനും 2 പേര് ചേർത്താണ് ശുകസാരണൗ. ശുഗശ്ച സാരണശ്ച. അപ്പൊ ഇങ്ങനെയുള്ള യാദവ സേനാനായകന്മാരെല്ലാവരും തയ്യാറായി യുദ്ധത്തിനായിക്കൊണ്ട് പുറത്തേക്ക് വന്നു. തതഃ പ്രവവൃതേ യുദ്ധം സാൽവാനാം യദുഭിഃ സഹ യദാസുരാണാം വിബുധൈഃ തുമുലം ലോമഹർഷണം. തതഃ പ്രവവൃതേ യുദ്ധം സാൽവാനാം യദുഭിഃ സഹ യദാസുരാണാം വിബുധൈഃ തുമുലം ലോമഹർഷണം. തതഃ അനന്തരം പ്രവവൃതേ യുദ്ധം പ്രവവൃതേ യുദ്ധം പ്രവൃത്തമായി, യുദ്ധം ആരംഭിച്ചു. ആര് തമ്മില്? സാൽവാനാം യദുഭിഹി സഹ. സാൽവന്മാരെന്ന് പറഞ്ഞാൽ സാൽവന്റെ ഭടന്മാർ, സാൽവപക്ഷം നിൽക്കുന്ന രാജാക്കന്മാർ അല്ലെങ്കിൽ ആരൊക്കെയുണ്ടോ അവരൊക്കെ. അങ്ങനെ സാൽവപക്ഷപാതികളും യദുഭിഹി സഹ യാദവ സൈന്യവുമായിട്ട് യുദ്ധം പ്രവർത്തിച്ചു, യുദ്ധമാരംഭിച്ചു. ഏതുപോലെ? യഥാ അസുരാണാം വിബുധൈഹി, അസുരന്മാരും ദേവന്മാരും തമ്മിലുള്ള യുദ്ധം പോലെ. തുമുലം അതിഗംഭീരം, ലോമഹർഷണം, കാണുന്നവർക്ക് രോമാഞ്ചം ജനിപ്പിക്കുന്നതായിട്ടുള്ള ഗംഭീര യുദ്ധമാണ് സാൽവ സൈന്യവും യാദവ സൈന്യവും തമ്മിൽ പ്രവർത്തിച്ചത്. തതഃ പ്രവവൃതേ യുദ്ധം സാൽവാനാം യദുഭിഃ സഹ യഥാ അസുരാണാം വിബുധൈഃ തുമുലം ലോമഹർഷണം. അതിഗംഭീരമായിട്ടുള്ള യുദ്ധം പ്രവൃത്തമായി. താശ്ച സൗഭപതേർമായ ദിവ്യാസ്ത്രൈരുക്മിണീ സുതഃ ക്ഷണേന നാശയാമാസ നൈശം തമൈവോഷ്ണഗുഃ. താശ്ച സൗഭപതേർമായ ദിവ്യാസ്ത്രൈരുക്മിണീ സുതഃ ക്ഷണേന നാശയാമാസ നൈശം തമൈവോഷ്ണഗുഃ. അപ്പോ സൗഭപതി സാൽവൻ, ആ സാൽവന്റെ മായകളെ, അതാണ് സൗഭപതേഹേ താഹ മായാഹ, സൗഭപതിയുടെ ആ മായാപ്രയോഗങ്ങളെ, വിവിധങ്ങളായ മായാപ്രയോഗങ്ങളെ രുക്മിണീ സുതഃ, രുക്മിണീ പുത്രനായിട്ടുള്ള പ്രദ്യുമ്നൻ ദിവ്യാസ്ത്രൈഹി, തന്റെ ദിവ്യാസ്ത്രങ്ങളെ കൊണ്ട് ക്ഷണേന നാശയാമാസ, പെട്ടെന്ന് തന്നെ നശിപ്പിച്ചു. അപ്പോ പ്രദ്യുമ്നൻ തന്റെ ദിവ്യാസ്ത്രങ്ങളെ കൊണ്ട് സാൽവൻ പ്രയോഗിച്ച മായകളെയെല്ലാം വേഗം നശിപ്പിച്ചു. ഏതുപോലെ?
നൈശം തമ ഇവ ഉഷ്ണഗു. ഒരു ദൃഷ്ടാന്തം, ഒരു ഉദാഹരണം, ഉപമ. ഉഷ്ണഗുഹു എന്ന് പറഞ്ഞാൽ സൂര്യന്റെ പര്യായമാണ്. ഉഷ്ണങ്ങളായ രശ്മികളോടുകൂടിയവൻ, ചൂടുള്ള കിരണങ്ങളോടുകൂടിയവൻ ആരാണ്? സൂര്യൻ. ഉഷ്ണഗുഹു. ഉഷ്ണഗുഹു നൈശം തമ ഇവ. നൈശം എന്ന് പറഞ്ഞാൽ നിശയെ സംബന്ധിച്ചത്, രാത്രിയെ സംബന്ധിച്ചത്. അപ്പൊ രാത്രിയെ സംബന്ധിച്ച തമസ്, ഇരുട്ട്. സൂര്യൻ ഉദിച്ചു വരുംതോറും ഇരുട്ട് അകന്നകന്ന് പോയി നശിച്ചു പോകും. അപ്പൊ സൂര്യോദയത്തിൽ ഇരുട്ട് നശിക്കും പോലെ ഇവിടെ പ്രദ്യുമ്നന്റെ ദിവ്യാസ്ത്രങ്ങളാകുന്ന സൂര്യോദയത്തിന്റെ മുമ്പിൽ പ്രദ്യുമ്നൻ സൂര്യനെ പോലെ ജ്വലിച്ചു വരുന്നു. അദ്ദേഹത്തിൽ നിന്നുണ്ടാവുന്ന അസ്ത്രങ്ങളെല്ലാം സൂര്യകിരണങ്ങളെ പോലെ വരുന്നു. അതെല്ലാം ഇരുട്ടിനെ നീക്കുന്ന ആ സൂര്യനെ പോലെ തന്നെ ഈ സാൽവൻ പ്രയോഗിക്കുന്ന മായകളെയെല്ലാം നശിപ്പിക്കുന്നു. എല്ലായിടത്തും വെളിച്ചം വീശുന്നു എന്നർത്ഥം. പുത്താശ്ച സൗപപതേർമായാ ദിവ്യാസ്ത്രൈരുക്മിണീ സുതഃ ക്ഷണേന നാശയാമാസ നൈശം തമൈവോഷ്ണഗുഃ വിവ്യാത പഞ്ചവിംശത്യാ സ്വർണപുങ്കൈരയോമുഖൈഃ സാൽവസ്യ ധ്വജനീപാലം ശരൈഃ സന്നതപർവഭിഃ. വിവ്യാത പഞ്ചവിംശത്യാ സ്വർണപുങ്കൈരയോമുഖൈഃ സാൽവസ്യ ധ്വജനീപാലം ശരൈഃ സന്നതപർവഭിഃ. അപ്പോ സ്വർണപുങ്കൈഹി സന്നതപർവഭിഹി അയോമുഖൈഹി പഞ്ചവിംശത്യാ ശരൈഹി ധ്വജിനീപാലം വിവ്യാധ. ധ്വജിനി എന്ന് പറഞ്ഞാൽ സൈന്യം. ധ്വജങ്ങളോട് കൂടിയത് കൊണ്ട് സൈന്യത്തിന്റെ പര്യായമാണ് ധ്വജിനി. ധ്വജിനീപാലൻ എന്ന് പറഞ്ഞാലോ സേനാനായകൻ. അദ്ദേഹത്തെ വിവ്യാധ വേദിച്ചു, മുറിവേൽപ്പിച്ചു. ആരുടെ സേനാനായകന്റെ? സാൽവസ്യ ധ്വജനീപാലം. സാൽവന്റെ സേനാനായകനെ വേദിച്ചു, മുറിവേൽപ്പിച്ചു, പരിക്കേൽപ്പിച്ചു. എങ്ങനെ? പഞ്ചവിംശത്യാ അയോമുഖൈഹി ശരൈഹി. 25 ഇരുമ്പ് മുഖമുള്ള ശരങ്ങളെ കൊണ്ട്, ഇരുമ്പ് കത്തികൾ പോലെയുള്ള മൂർച്ചയേറിയതായിട്ടുള്ള മുനയോടുകൂടിയ 25 ശരങ്ങളെ കൊണ്ട് സേനാനായകനെ വേദിച്ചു. അപ്പൊ എങ്ങനെയുള്ള ശരങ്ങളാണ്? സ്വർണപുങ്കൈഹി. അതിന്റെ പിടികളെല്ലാം സ്വർണം കൊണ്ടുള്ളത്. അസ്ത്രത്തിന്റെ പിടിഭാഗം പുങ്കം സ്വർണം കൊണ്ടും സന്നത പർവഭിഹി. അതിന്റെ പർവങ്ങൾ സന്നതം, വളഞ്ഞിരിക്കുന്നതായിട്ടുള്ള കമ്പുകളോടുകൂടിയത്. അപ്പൊ അങ്ങനെ വളഞ്ഞ കമ്പുകളോടും മറ്റും കൂടിയതായിട്ടുള്ള ഇരുമ്പ് കൊണ്ട് അയോമുഖങ്ങളായ 25 ശരങ്ങളെ കൊണ്ട് സേനാനായകനെ, സാൽവന്റെ സേനാനായകനെ വേദിച്ചു, മുറിപ്പെടുത്തി എന്നർത്ഥം. അപ്പൊ ഓരോരുത്തരുടെ നേർക്കും വേണ്ടത്ര അസ്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് അവരെല്ലാം കീഴ്പ്പെടുത്തുകയാണ്. തദത്ഭുതം മഹത്കർമ്മ. അപ്പൊ ശതേന അതാടയത് സാൽവം ഏകൈകേന അസ്യ സൈനികാൻ. സാൽവം ശതേന, സാൽവനെ 100 അസ്ത്രങ്ങളെ കൊണ്ട്. ശതേനാതാടയത് സാൽവം. 100 അസ്ത്രങ്ങൾ സാൽവന്റെ നേരെ പ്രദ്യുമ്നൻ പ്രയോഗിച്ചു. ഏകൈകേന അസ്യ സൈനികാൻ. ഓരോരോ അസ്ത്രം കൊണ്ട് മറ്റ് സൈനികരുടെ നേർക്കും. ദശഭിഹി നേതൃൻ. സേനാനായകന്മാരായിട്ടുള്ള നേതാക്കന്മാരുടെ നേരെ 10 അസ്ത്രങ്ങൾ വീതം പ്രയോഗിച്ചു. ദശഭിഹി നേതൃൻ. വാഹനാനി ത്രിഭിഹി 3 അസ്ത്രങ്ങളെ കൊണ്ട് വാഹനങ്ങളെയും എയ്തു. അപ്പോ ആന എന്ന വാഹനം, കുതിര എന്ന വാഹനം, രഥം എന്ന വാഹനം, ഇതിന്റെയൊക്കെ നേർക്ക് 3 അസ്ത്രങ്ങൾ പ്രയോഗിച്ചു. നേതാക്കന്മാരുടെ നേരെ 10 അസ്ത്രങ്ങൾ,
ഓരോ സേനാംഗങ്ങളുടെ നേരെയും ഓരോ അസ്ത്രം, 100 അസ്ത്രങ്ങളെ കൊണ്ട് സാൽവനെയും പ്രയോഗിച്ചു. ശതേനാതാടയ സാൽവം ഏകൈകേനാസ്യ സൈനികാൻ ദശഭിർനേതൃൻ വാഹനാനി ത്രിഭിസ്ത്രിഭിഃ. തദത്ഭുതം മഹത്കർമ്മ പ്രദ്യുമ്നസ്യ മഹാത്മനഃ ദൃഷ്ട്വാ തം പൂജയാമാസുഃ സർവേ സ്വപരസൈനികാഃ. തദത്ഭുതം മഹത്കർമ്മ പ്രദ്യുമ്നസ്യ മഹാത്മനഃ ദൃഷ്ട്വാ തം പൂജയാമാസുഃ സർവേ സ്വപരസൈനികാഃ. മഹാത്മനഃ പ്രദ്യുമ്നസ്യ അത്ഭുതം തത് മഹത്കർമ്മ ദൃഷ്ട്വാ. മഹാത്മാവായ പ്രദ്യുമ്നന്റെ അത്ഭുതകരമായ ആ മഹത്തായ കർമ്മത്തെ, ഈ യുദ്ധ പ്രയാസത്തെ കണ്ടിട്ട് ദൃഷ്ട്വാ സ്വപരസൈനികാഃ സർവേ തം പൂജയാമാസ. സ്വപര എന്ന് പറഞ്ഞാൽ യാദവ വംശത്തിന്റെ സൈന്യവും പ്രദ്യുമ്നന്റെ സ്വന്തം സൈന്യവും മറുപക്ഷത്തുള്ള ശത്രു സൈന്യവും, 2 സൈന്യത്തിലുള്ള ആളുകൾ, സ്വപര സൈനികാഹ സർവേ എല്ലാവരും തന്നെ തം പൂജയാമാസു പ്രദ്യുമ്നനെ ബഹുമാനിച്ചു, ആദരിച്ചു. അദ്ദേഹത്തിന്റെ ആ യുദ്ധപരാക്രമം കണ്ടിട്ട്. അല്ലാതെ അദ്ദേഹത്തിനെ അവിടെ ഇരുത്തി കാല് കഴുകി വെള്ളം കൊടുത്ത് പൂക്കളിട്ട് പൂജിച്ചു എന്നല്ല. ഇവിടെ പൂജയാമാസു സൽക്കരിച്ചു അഥവാ ബഹുമാനിച്ചു അഥവാ ആദരിച്ചു എന്നർത്ഥം. മനസ്സുകൊണ്ട് പൂജിച്ചു, ബഹുമാനിച്ചു. ആള് കൊള്ളാലോ, കൃഷ്ണന്റെ പുത്രൻ കൃഷ്ണനെ പോലെ തന്നെ പരാക്രമിയാണ് എന്ന് എല്ലാവരും പരസ്പരം പറഞ്ഞു കാണും. തദത്ഭുതം മഹത്കർമ്മ പ്രദ്യുമ്നസ്യ മഹാത്മനഃ ദൃഷ്ട്വാ തം പൂജയാമാസുഃ സർവേ സ്വപരസൈനികാഃ. ബഹുരൂപൈകരൂപം തദ് ദൃശ്യത്തെ ന ച ദൃശ്യത്തെ മായാമയം മയകൃതം ദുർവിഭാവ്യം പരൈരഭൂത്. ബഹുരൂപൈകരൂപം തദ്ദൃശ്യത്തെ ന ച ദൃശ്യത്തെ മായാമയം മയകൃതം ദുർവിഭാവ്യം പരൈരഭൂത്. മയകൃതം മായാമയം തത്, മയന്റെ മായാപ്രയോഗം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള അത്, ഇവിടെ അത് എന്ന് പറഞ്ഞത് സൗഭം. ആ സൗഭം എന്ന അത്ഭുത വിമാനം ബഹുരൂപ ഏകരൂപം ദൃശ്യത്തെ, ചിലപ്പോൾ ബഹുരൂപമായിട്ട് അനേക സംഖ്യകളായിട്ട് കാണുന്നു, ചിലപ്പോൾ ഏകരൂപം ഒരു വിമാനമായിട്ട് കാണുന്നു. ഇങ്ങനെ ആ മായ കൊണ്ട് അനേകം ഉള്ളതുപോലെയും ചിലപ്പോൾ ഏകമായിട്ടും കാണപ്പെട്ടു. ബഹുരൂപൈകരൂപം ദൃശ്യത്തെ നച ദൃശ്യത്തെ, ചിലപ്പോൾ ഒട്ടും കാണാതെയുമാകുന്നു, കാണുകയും കാണാതിരിക്കുകയും ചെയ്യുന്നു. പരൈഹി ദുർവിഭാവ്യമഭൂത്, മറ്റുള്ളവർക്ക് ഇത് എന്താണെന്ന് ഭാവന ചെയ്യാൻ സാധിക്കാത്ത പോലെയായി. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ഈ സൗഭത്തിന്റെ പരാക്രമത്തെക്കുറിച്ചോ അതെവിടെയാണിപ്പോൾ ഉള്ളതെന്ന് കുറിച്ചോ ഒന്നും ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത പോലെ മായകളെ കൊണ്ട് ആ സൗഭം പലതും ചെയ്തുകൊണ്ടിരുന്നു. ചിലപ്പോൾ കാണും, ചിലപ്പോൾ കാണില്ല. ചിലപ്പോൾ ഒരു സൗഭത്തെ കാണും, ചിലപ്പോൾ പല സൗഭങ്ങൾ കാണും. അങ്ങനെ ബഹുരൂപം, ഏകരൂപം, അതുപോലെ പരൈഹി ദുർവിഭാവ്യം, മറ്റുള്ളവരാൽ ഭാവന ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്ഭുതകരമായി ആ മായ കൊണ്ട് നിർമ്മിച്ച മയകൃതമായിട്ടുള്ള ആ രഥം അല്ലെങ്കിൽ ആ വാഹനം കാണപ്പെട്ടു. ക്വചിത് ഭൂമൗ ക്വചിത് വ്യോംനി ഗിരിമൂർധ്നി ജലേ ക്വചിത് അലാത ചക്രവത് ഭ്രാമ്യത് സൗഭം തദ്ദുരവസ്ഥിതം. ക്വചിത് ഭൂമൗ ക്വചിത് വ്യോംനി ഗിരിമൂർധ്നി ജലേ ക്വചിത് അലാത ചക്രവത് ഭ്രാമ്യത് സൗഭം തദ്ദുരവസ്ഥിതം. നോക്കുമ്പോൾ ഒരിടത്ത് കാണും, ഭൂമിയിൽ കാണും. ക്വചിത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ, ഒരിക്കൽ. ചിലപ്പോൾ ഭൂമിയിൽ കാണാം ഈ സൗഭത്തെ. ക്വചിത് വ്യോമിനി, പെട്ടെന്ന് ആകാശത്ത് കാണാം. മായ കൊണ്ട് പെട്ടെന്ന് ആകാശത്തേക്ക് മാറിയിട്ടുണ്ടാവും. ക്വചിത് ഗിരിമൂർധിനി, ചിലപ്പോൾ അവിടെ പർവ്വതത്തിന്റെ മുകളിൽ ഇരിക്കുന്നത് കാണാം.
ക്വചിത് ജലേ, ചിലപ്പോൾ ജലാശയത്തിൽ ജലത്തിന്റെ ഉപരി സഞ്ചരിക്കുന്നതായിട്ട് കാണാം. അങ്ങനെ അലാതചക്രവത് ഭ്രാമ്യത് തത്സൗഭം. അലാതചക്രം പോലെ, അലാതചക്രം എന്ന് പറഞ്ഞാൽ തീക്കൊള്ളി, അറ്റത്ത് കത്തുന്ന തീയോ കനലോ ഉണ്ടെങ്കിൽ ആ വിറകുകൊള്ളിയെ വൃത്താകൃതിയിൽ കാണിക്കുമ്പോൾ അതൊരു ചക്രം പോലെ തോന്നും. അതിനെയാണ് അലാതചക്രം എന്ന് പറയുന്നത്. നമ്മൾ വിഷുവിനും ദീപാവലിക്കും കമ്പിത്തിരി കത്തിക്കുമ്പോൾ വട്ടത്തിൽ കറക്കും അല്ലേ? അപ്പം അത് ഒരു ചക്രാകൃതിയിൽ കാണപ്പെടും. അതാണ് അലാതചക്രം എന്ന് പറയുന്നത്. തീക്കൊള്ളി കൊണ്ട് തീക്കൊള്ളി കറങ്ങുന്നത് പോലെ കാണപ്പെടുക. അലാതചക്രവത്, തീക്കൊള്ളി പോലെ, ഭ്രാമ്യത്, ചുറ്റിക്കറങ്ങുന്നതായിട്ട്, തത് സൗഭം ദുരവസ്ഥിതം, ആ സൗഭം ഒരു ഭാഗത്തും അവസ്ഥിതി ഇല്ലാത്തതായിട്ട്, ഒരിടത്ത് നിൽക്കാതെ എല്ലായിടത്തും കറങ്ങിക്കൊണ്ട് ഭ്രമിപ്പിച്ചുകൊണ്ടിരുന്നു. കാണുന്നവർക്ക് ഒരു പിടിയും കിട്ടാത്ത രീതിയിൽ അത്ഭുതമായിട്ട് മായ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പൊ അങ്ങനെ ആ തീക്കൊള്ളി കറങ്ങും പോലെ ശോഭിക്കുന്നതായിട്ടുള്ള ഈ സൗഭം അന്തരീക്ഷത്തിലും ഭൂമിയിലും ആകാശത്തിലും ഒക്കെ ആയിട്ട് കറങ്ങി മാറിക്കൊണ്ടേയിരുന്നു. ഒരിടത്ത് സ്ഥിരമായി നിന്നില്ല, ആക്രമിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ക്വചിത് ഭൂമൗ ക്വചിത് വ്യോംനി ഗിരിമൂർധ്നി ജലേ ക്വചിത് അലാതചക്രവത് ഭ്രാമ്യത് സൗഭം തദ്ദുരവസ്ഥിതം. യത്ര യത്രോപലക്ഷ്യേത സ സൗഭഃ സഹ സൈനികഃ സാൽവസ്തതസ്തതോ മുഞ്ചൻ ശരാൻ സാത്വതയൂതഭാഃ. യത്ര യത്രോപലക്ഷ്യേത സ സൗഭഃ സഹ സൈനികഃ സാൽവസ്തതസ്തതോ മുഞ്ചൻ ശരാൻ സാത്വതയൂതഭാഃ. സ സൗഭഃ സഹ സൈനികഃ സാൽവഃ യത്ര യത്ര ഉപലക്ഷ്യേത സാത്വതയൂതഭാഃ തതഃ തതഃ ശരാൻ അമുഞ്ചൻ. അപ്പോ സസൗഭഃ, സൗഭം എന്ന വിമാനത്തോടു കൂടിയവനായ, സഹ സൈനികഃ, സൈന്യങ്ങളോട് കൂടിയവനായിട്ടുള്ള സാൽവഃ, ആ സാൽവൻ യത്ര യത്ര ഉപലക്ഷ്യേത, എവിടെ എവിടെ ലക്ഷീകരിക്കപ്പെട്ടുവോ, എവിടെ എവിടെ കാണപ്പെട്ടുവോ, സാത്വതയൂതഭാഃ, ഈ യാദവ വംശത്തിലെ സേനാനായകന്മാർ, യൂതപന്മാർ, യൂതത്തിന്റെ പതികൾ, സൈന്യാധിപതികൾ, മുമ്പേ പറഞ്ഞ സാമ്പൻ, സാത്വികി മുതലായവരെയൊക്കെ എണ്ണി പറഞ്ഞില്ലോ. അവരെല്ലാം തതഃ തതഃ ശരാനമുഞ്ചൻ, എവിടെവിടെ ആ സൗഭത്തോടുകൂടി സാൽവനെ കണ്ടു അതാത് ദിക്കിലേക്ക് ശരങ്ങളെ മോചിപ്പിച്ചു. അങ്ങനെ ശരങ്ങളെ മോചിപ്പിക്കുമ്പോൾ അവിടുന്ന് മാറി 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 ഒഴിഞ്ഞു മാറിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സാൽവൻ. യത്ര യത്രോപലക്ഷ്യേത സ സൗഭഃ സഹ സൈനികഃ സാൽവസ്തതസ്തതോ മുഞ്ചൻ ശരാൻ സാത്വതയൂതഭാഃ. ശരൈരഗ്ന്യർക്ക സംസ്പർശൈഃ ആശീവിഷദുരാസദൈഃ പീഡ്യമാനപുരാണീകഃ സാൽവോ മുഹ്യത്പരേരിതൈഃ. ശരൈർ അഗ്ന്യർക്ക സംസ്പർശൈഃ ആശീവിഷദുരാസദൈഃ പീഡ്യമാനപുരാണീകഃ സാൽവോ മുഹ്യത്പരേരിതൈഃ. അഗ്നി അർക്ക സംസ്പർശൈഃ ശരൈഃ, അഗ്നി തന്നെ, അർക്കൻ സൂര്യനാണ്. അതുപോലെയുള്ള സ്പർശം എന്ന് പറഞ്ഞാലോ ജ്വലിക്കുന്നതായിട്ട്, തേജസ്സുള്ളതായിട്ട്, സൂര്യനെ പോലെയും അഗ്നിയെ പോലെയും ജ്വലിക്കുന്നതായിട്ടുള്ള ആശീവിഷദുരാസദൈഃ, ആശീവിഷം പോലെ ദുരാസദങ്ങളായിരിക്കുന്ന, എന്ന് വെച്ചാൽ ആശീവിഷം വിഷം തന്നെയാണ്, കാളകൂട വിഷം. ആ വിഷം പോലെ അസഹ്യങ്ങളായിരിക്കുന്ന പരേരിതൈഃ ശരൈഃ പീഡ്യമാനപുരാണീകഃ സാൽവഃ അമുഹ്യത്. ശത്രുക്കളാൽ, പരന്മാരാൽ ഈരിതങ്ങളായ അയക്കപ്പെട്ടതായിട്ടുള്ള പീഡ്യമാന പുരാണീക പരേരിതൈ ശരൈഃ, ശത്രുക്കളാൽ പ്രേരിപ്പിക്കപ്പെട്ട അയക്കപ്പെട്ട ശരങ്ങളാൽ പീഡ്യമാന പുരാണീക, പീഡിപ്പിക്കപ്പെടുന്ന തന്റെ സൗഭം എന്ന പുരവും, അനീകം അഥവാ സൈന്യവും,
അപ്പൊ സൈന്യവും സൗഭവും ബാധിക്കപ്പെടുന്നു. അങ്ങനെയുള്ള സാൽവഹ അമുഹ്യത്ത്, സാൽവൻ മോഹത്തെ പ്രാപിച്ചു. അല്പനേരത്തേക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് അറിയാത്തൊരു ഭാവമായി. ആ സമയത്ത് സാൽവാനീകപ ശസ്ത്രൗഗൈഹി വൃഷ്ണിവീരാദൃശാർദിതാഃ ന തത്യജൂരണം സ്വം സ്വം ലോകദ്വയ ജിഗീഷവഃ. സാൽവാനീകപ ശസ്ത്രൗഗൈഹി വൃഷ്ണിവീരാദൃശാർദിതാഃ ന തത്യജൂരണം സ്വം സ്വം ലോകദ്വയ ജിഗീഷവഃ. അതേപോലെ സാൽവന്റെ സൈന്യാധിപന്മാരും അസ്ത്രം പ്രയോഗിക്കേണ്ടതാണ്. ശാൽവ അനീകപന്മാര് സേനാനായകന്മാര്, അനീകിനിയെ അഥവാ അനീകത്തെ പാലിക്കുന്നവർ അനീകപന്മാർ. അപ്പൊ സാൽവന്റെ സേനാനായകന്മാരാൽ ശസ്ത്രപ്രവാഹം, ശസ്ത്രപ്പെരുമഴ പെയ്യപ്പെടുന്നു. ആ സമയത്ത് വൃഷ്ണിവീരാഹ, യാദവ വീരന്മാര്, വൃഷാർദിതാഹ, നല്ലതുപോലെ പീഡിപ്പിക്കപ്പെട്ടവരായി, വൃഷമായിട്ട് അർദ്ധിക്കപ്പെട്ടവരായി. എന്നാലും ലോകദ്വയ ജിഗീഷവഃ, ലോകദ്വയത്തെ ജയിക്കാൻ ഇച്ഛിക്കുന്നവർ. ലോകദ്വയം എന്ന് പറഞ്ഞാൽ ജയിച്ചാൽ ഈ ഭൂമി അനുഭവിക്കാം, മരണം സംഭവിച്ചാൽ വീരസ്വർഗം പ്രാപിക്കാം. അങ്ങനെ സ്വർഗത്തെയും ഭൂമിയെയും ജയിക്കാൻ ഇച്ഛിക്കുന്നവർ. യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ വീരസ്വർഗം, അല്ലെങ്കിൽ ജയിക്കാം, ജയിച്ചാലോ ഭൂമി. ഇങ്ങനെ രണ്ട് ലോകങ്ങളെയും ലോകദ്വയങ്ങളെയും ജയിക്കാൻ ഇച്ഛിക്കുന്നവരായിട്ട് സ്വം സ്വം രണം ന തത്യജൂ, അവരവരുടേതായിട്ടുള്ള ആ രണഭൂമിയെ, ആ ചെയ്യുന്ന യുദ്ധത്തെ ന തത്യജുഹു, ആ വിസർഗം സന്ധിയിൽ തത്യജൂന്ന് ദീർഘമായതാണ്. ന തത്യജുഹു, ത്യജിച്ചില്ല. അപ്പൊ യാദവ വീരന്മാര് അവര് ധീരന്മാരാണ്, അവര് തോറ്റോടാൻ തയ്യാറല്ല. അവര് സാൽവന്റെ അസ്ത്രങ്ങൾ കൊണ്ട് മരിച്ചാലും കുഴപ്പമില്ല, വീരസ്വർഗം പ്രാപിക്കാം, അല്ല ജയിച്ചാലോ ഈ ഭൂമി അനുഭവിക്കാം. ഇങ്ങനെ ലോകദ്വയ ജിഗീഷുക്കളായി, ധീരന്മാരായി യുദ്ധത്തിൽ നിന്ന് പിന്മാറാതെ അവര് യുദ്ധം മുന്നോട്ട് തന്നെ കൊണ്ടുപോയി. ന തത്യജൂരണം സ്വം സ്വം ലോകദ്വയ ജിഗീഷവഃ. സാൽവമാത്യോദ്യുമാൻ നാമ പ്രദ്യുമ്നം പ്രാക് പ്രപീഡിതഃ ആസാദ്യ ഗദയാ മൗർവ്യ വ്യാഹത്യ വനദദ്ബലീ. സാൽവമാത്യോദ്യുമാൻ നാമ പ്രദ്യുമ്നം പ്രാക് പ്രപീഡിതഃ ആസാദ്യ ഗദയാ മൗർവ്യ വ്യാഹത്യ വ്യനദദ്ബലീ. സാൽവ അമാത്യ, സാൽവന്റെ മന്ത്രി, പേരെന്താ? ദ്യുമാൻ നാമ. ദ്യുമാൻ എന്ന് പേരുള്ളതായിട്ടുള്ള സാൽവന്റെ അമാത്യൻ. പ്രദ്യുമ്നം പ്രാക് പ്രപീഡിതഃ, പ്രദ്യുമ്നനെ ഏറ്റവും മുമ്പേ തന്നെ പീഡിപ്പിച്ചവനായിട്ട്. അദ്ദേഹം എങ്ങനെയുള്ളവനാ? ബലീ, മഹാബലവാനാണ്. ആ ബലവാനായ ദ്യുമാൻ എന്ന മന്ത്രി, സാൽവന്റെ മന്ത്രി, മുമ്പേ തന്നെ പ്രദ്യുമ്നനെ പീഡിപ്പിച്ചവനായിട്ട് ആസാദ്യ ഇപ്പതാ അടുത്തേക്ക് വന്നിട്ട് മൗർവ്യാ ഗദയാ വ്യാഹത്യ വ്യനദത്. മൗർവി എന്ന് പറഞ്ഞാല് ഇരുമ്പ് കൊണ്ട്, കാരിരുമ്പ് കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള ഗദ. അപ്പൊ കാരിരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഗദ കൊണ്ട് വ്യാഹത്യ, വ്യാഹനിച്ചിട്ട്, പ്രഹരിച്ചിട്ട്, പ്രദ്യുമ്നന്റെ നേരെ ഇരുമ്പ് ഗദ കൊണ്ടടിച്ചിട്ട് വ്യനദത്, അട്ടഹാസം മുഴക്കി, ഗർജിച്ചു. നിന്റെ പണി ഇതാ കഴിഞ്ഞു എന്ന് അട്ടഹസിച്ചുകൊണ്ട് പ്രദ്യുമ്നനെ ഇരുമ്പ് ഗദ കൊണ്ട് പ്രഹരിച്ചു. ആര്? ദ്യുമാൻ എന്ന സാൽവന്റെ അമാത്യ. പ്രദ്യുമ്നം ഗദയാ ശീർണവക്ഷസ്ഥലം അരിന്ദമം അപോവാഹരണാത് സൂതോ ധർമ്മവിദ്ദാരുകാത്മജഃ. പ്രദ്യുമ്നം ഗദയാ ശീർണവക്ഷസ്ഥലം അരിന്ദമം അപോവാഹരണാത് സൂതോ ധർമ്മവിദ്ദാരുകാത്മജഃ. അപ്പോ
ഈ ദ്യുമാൻ പ്രദ്യുമ്നനെ ഗദ കൊണ്ട് അടിച്ചപ്പോൾ ഗദയാ ശീർണവക്ഷസ്ഥലം അരിന്തമം പ്രദ്യുമ്നം, ഗദ കൊണ്ട് ശീർണമായ ചതഞ്ഞ തകർന്ന പിളർന്ന എന്നൊക്കെ അർത്ഥം, മാറോട് കൂടിയവനായ എന്ന് വെച്ചാൽ അത്രയും പ്രഹരിച്ചു. അപ്പൊ പ്രദ്യുമ്നന്റെ മാറത്ത് നല്ലോണം കൊണ്ട് ചതഞ്ഞു. ആ ചതഞ്ഞ മാറോട് കൂടിയവനായ അരിന്തമം പ്രദ്യുമ്നം, ശത്രുക്കളെയൊക്കെ അടക്കുന്നവനായ പ്രദ്യുമ്നനെ ധർമ്മവിത് സാരഥി സൂതഃ, ധർമ്മമറിയുന്ന, എന്ത് ധർമ്മം? സൂതന്റെ ധർമ്മമറിയുന്ന, താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് കർത്തവ്യമറിയുന്ന ദാരുകാത്മജഃ സൂതഃ, ദാരുകന്റെ പുത്രനായ സാരഥി. ദാരുകനാരാ? കൃഷ്ണന്റെ സാരഥി. കൃഷ്ണന്റെ സാരഥിയുടെ മകനാണ് കൃഷ്ണപുത്രനായ പ്രദ്യുമ്നന്റെ സാരഥി. അപ്പോ അച്ഛന് സാരഥി, മകന് സാരഥി എന്ന് മനസ്സിലാക്കുക. അപ്പൊ ദാരുകന്റെ സാരഥി അല്ല, ദാരുകാത്മജനായ സാരഥി രണാത് അപോവാഹ, യുദ്ധത്തിൽ നിന്ന് പുറത്തേക്ക് വഹിച്ചു, രഥത്തെ പുറത്തേക്ക് നയിച്ചു. എന്ന് വെച്ചാൽ തൽക്കാലം ഒരു ബ്രേക്ക്. ആർക്ക്? പ്രദ്യുമ്നന്. കാരണം അദ്ദേഹം ഇപ്പോൾ ശക്തമായിട്ടുള്ള ഒരു പ്രഹരമേറ്റ് ചതഞ്ഞ് തകർന്നിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ഇതിൽ തന്നെ പോയി കഴിഞ്ഞാൽ വീണ്ടും ദ്യുമാൻ പ്രഹരിച്ച് പ്രദ്യുമ്നന് നാശം സംഭവിക്കും. അപ്പൊ ആ ഒരു ശത്രുവിന് വിജയിക്കുന്ന സമയമാണ്. ആ മൊമെന്റം കളയണം. എല്ലാ രംഗത്തും ഉണ്ട് ഇത്. കായിക രംഗത്തൊക്കെ പ്രത്യേകിച്ച് അല്ലേ, ക്രിക്കറ്റിലും ഫുട്ബോളിലും ഹോക്കിയിലും ഒക്കെ ഇത് പ്രയോഗിക്കും. അതുപോലെ ടെന്നീസ് ആണെങ്കിലും ബാഡ്മിന്റൺ ആണെങ്കിലും ഒക്കെ എടുക്കണം. എന്താണ്? ഒരു ശത്രുപക്ഷത്തിന് വിജയമുണ്ടായിക്കൊണ്ടിരിക്കണോ, എതിർപക്ഷം ജയിച്ചുകൊണ്ടിരിക്കണമെന്നെങ്കിൽ അവർക്ക് അതേ മൊമെന്റത്തിൽ അവർ വീണ്ടും വീണ്ടും ജയിക്കും. അപ്പൊ അവരുടെ കോൺസെൻട്രേഷൻ കളയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കണം. എന്തെങ്കിലും കാലിൽ പരിക്കേറ്റു, കയ്യിൽ പരിക്കേറ്റു, വീണു, അല്ലെങ്കിൽ വെള്ളം ദാഹിക്കണു, എന്തെങ്കിലുമൊക്കെ വ്യാജം കാണിച്ച് കുറച്ച് നേരം ഒരു ബ്രേക്ക് ഇടും. അത് ഫുട്ബോളിലാണെങ്കിലും ക്രിക്കറ്റിലാണെങ്കിലും എല്ലാറ്റിലും ഉണ്ട്. കുറച്ചു നേരം മാറി നിന്ന് ആ ഒരു ഒഴുക്കിന് തടസ്സം ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്നാലോ അയാൾക്ക് ആ പഴയ ഒഴുക്ക് നഷ്ടപ്പെട്ടു, പിന്നെ അയാളെ പരാജയപ്പെടുത്താം. ഇതെല്ലാ രംഗത്തും കായിക രംഗത്തൊക്കെ പ്രയോഗിക്കുന്നതാണ്. അപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുക എന്നർത്ഥം. അപ്പം അതുപോലെ നമ്മുടെ ജീവിതത്തിലും ആവാം അല്ലേ? നമ്മുടെ ജീവിതത്തിലും നമ്മൾ ആരോടെങ്കിലുമൊക്കെ തർക്കിച്ചുകൊണ്ടും ചണ്ട കൂടിക്കൊണ്ടും ഒക്കെ ഇരിക്കുമ്പോൾ ഒരു ബ്രേക്ക് എടുക്കുന്നത് രണ്ടുപേർക്കും ആശ്വാസകരമായിരിക്കും. അതിൻ്റെ ആ ഫോഴ്സ് കുറയ്ക്കും. മറ്റത് രജോ ഗുണം വർദ്ധിച്ചു വരും. തോൽക്കുന്നവർ തോറ്റുകൊണ്ടുമിരിക്കും, ജയിക്കുന്നവർ ജയിച്ചുകൊണ്ടുമിരിക്കും. അപ്പോൾ ഇടയ്ക്കൊരു ബ്രേക്ക് നല്ലതാണ്. അപ്പം അങ്ങനെ കുറച്ചു നേരത്തേക്ക് ഈ സാരഥി പ്രദ്യുമ്നനെ രഥം കൊണ്ട് ദൂരേക്ക് നയിച്ചു. പ്രദ്യുമ്നന്റെ അനുവാദം കൂടാതെ. കാരണം പ്രദ്യുമ്നൻ മോഹാലസ്യം ബാധിച്ച ഒരവസ്ഥയാണ്, ബോധമില്ലാത്ത ഒരവസ്ഥയാണ്. അത് കഴിഞ്ഞ് ലബ്ധസംജ്ഞോ മുഹൂർത്തേന കാർഷ്ണിഹി സാരഥിം അബ്രവീത് അഹോ അസാദ്വിദം സൂത യദ്രണാഗ്നേവ സർപ്പണം. ലബ്ധസംജ്ഞോ മുഹൂർത്തേന കാർഷ്ണിഹി സാരഥിം അബ്രവീത് അഹോ അസാദ്വിദം സൂത യദ്രണാഗ്നേവ സർപ്പണം. മുഹൂർത്തേന ലബ്ധസംജ്ഞ കാർഷ്ണിഹി. കാർഷ്ണി എന്ന് പറഞ്ഞാൽ കൃഷ്ണപുത്രൻ. കൃഷ്ണന്റെ പുത്രനായ പ്രദ്യുമ്നൻ മുഹൂർത്തേന കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ലബ്ധസംജ്ഞ, സംജ്ഞ തിരിച്ചു കിട്ടി എന്ന് വെച്ചാൽ ബോധം തിരിച്ചു കിട്ടി. അല്പനേരത്തേക്ക് മോഹാലസ്യം പ്രാപിച്ചിരുന്നു, ഇപ്പൊ ബോധം തിരിച്ചു കിട്ടിയവനായിട്ട്, പ്രജ്ഞയെ ലഭിച്ചവനായിട്ട് കാർഷ്ണി ആ സൂതന്റെ നേരെ, ഹേ സൂത രണാത് മേ യത് അപസർപ്പണം ഇതം അസാധു അഹോ. സാരഥിയെ ചീത്ത വിളിക്കുകയാണ്. ഹേ സൂത രണാത് മേ യത് അപസർപ്പണം, യുദ്ധരംഗത്ത് നിന്ന് എന്നെ പിന്തിരിപ്പിച്ച് മാറ്റിയില്ലേ നീ, ഒളിച്ചോടും പോലെ ദൂരെ കൊണ്ടുവന്നതായിട്ടുള്ള ഇതം, ഈ പ്രവൃത്തി അസാധു,
ഇത് നല്ലതല്ല, കൊള്ളരുതാത്ത പ്രവൃത്തിയാണ്, അഹോ കഷ്ടം എന്ന് സാരഥിം അബ്രവീത്. ആ സാരഥിയോട് പറഞ്ഞു, ദാരുകപുത്രനായ സാരഥിയോട് ഇങ്ങനെ പറഞ്ഞു, തനിക്കിതൊട്ടും രസിച്ചില്ല, ഇഷ്ടമായില്ല, ഇത് മര്യാദയല്ല, ഇത് അസാധുവാണ് എന്ന് പറയണം. അതിന് കാരണം പറയണ്, നയദൂനാം കുലേ ജാതഃ ശ്രൂയതേരണവിച്യുതഃ വിനാമത് ക്ലീബചിത്തേന സൂതേന പ്രാപ്ത കിൽബിഷാദ്. നയദൂനാം കുലേ ജാതഃ ശ്രൂയതേരണവിച്യുതഃ വിനാമത് ക്ലീബചിത്തേന സൂതേന പ്രാപ്ത കിൽബിഷാദ്. ഇവിടെ ഇപ്പോ എനിക്കാണിപ്പോ ഈ നാണക്കേട് ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ട്? നിന്നെ പോലെ ഒരു നപുംസകത്തെ സൂതനായിട്ട് കിട്ടിയത് കൊണ്ട് എന്ന് പറയാം. അതാണ് ക്ലീബചിത്തേന സൂതേന. ക്ലീബം എന്ന് പറഞ്ഞാൽ നപുംസകഭാവം, ഉറപ്പില്ലാത്ത മനസ്സ്, പൗരുഷമില്ലായ്മ, ചഞ്ചലം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ക്ലീബം. അപ്പോ ചഞ്ചലമായ മനസ്സോടുകൂടിയ സൂതനാൽ പ്രാപ്ത കിൽബിഷാദ് മദ്വിന. ഇപ്പൊ പ്രാപിക്കപ്പെട്ട കിൽബിഷമത കളങ്കത്തോടുകൂടിയവനായി എന്നെ കൂടാതെ, ഞാനല്ലാതെ യദൂനാം കുലേ ജാതഃ രണവിച്യുതഃ ന ശ്രൂയതേ. ഈ യാദവന്മാരുടെ കുലത്തിൽ ജനിച്ചവരായിട്ട് ഒരാളും യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞവനായി ഓടിയവനായി ന ശ്രൂയതേ, കേട്ടിട്ടേയില്ല, കേൾക്കാനേയില്ല. അപ്പോൾ നമ്മുടെ കുലത്തിൽ ഇന്ന് വരെ ഒരാള് യുദ്ധരംഗത്ത് നിന്ന് പിന്തിരിഞ്ഞോടിയതായിട്ട് ചരിത്രമില്ല. ഇപ്പൊ നീ എനിക്ക് ആ പേരുണ്ടാക്കി തന്നു, എന്നെ നാണം കെടുത്തി. നിന്നെ പോലത്തെ ഒരു ചഞ്ചലചിത്തനായിട്ടുള്ള സാരഥി കാരണമായിട്ട് ഇപ്പോ യദുവംശത്തിൽ ആദ്യത്തെ പേര്, ചീത്തപ്പേര് കേട്ടവൻ ഞാനായി. നീ എന്നെ പിന്തിരിപ്പിച്ചു കൊണ്ടുപോയത് ഒട്ടും ശരിയായില്ല, അസാധു എന്ന് പറയണം. കിം नु वक्ष्येऽपि संगम्य पितरौ रामकेशवौ युद्धात् सम्यक् अपक्रान्तः पृष्टः तत्रात्मनः क्षमम्. किं नु वक्ष्येऽपि संगम्य पितरौ रामकेशवौ युद्धात् सम्यक् अपक्रान्तः पृष्टस्तत्रात्मनः क्षमम्. ഇനി എന്റെ അച്ഛനും വല്യച്ഛനും ഒക്കെ വന്നാ ഞാൻ എന്ത് പറയും എന്നാ ചോദിക്കണം. അവരോട് എങ്ങനെ ഞാൻ അവരുടെ മുഖത്ത് നോക്കും, എന്ത് പറയും? കിംനു ഭക്ഷ്യേ, എന്താ ഞാൻ പറയേണ്ടത്? ആരോട്? പിതരൗ രാമകേശവൗ അഭിസംഗമ്യ, എന്റെ പിതാക്കന്മാരായ എന്റെ അച്ഛനായ കേശവനെയും എന്റെ വല്യച്ഛനായ രാമനെയും ബലരാമനെയും അഭിസംഗമ്യ സമീപിച്ച് ഞാൻ എന്തു പറയും? കിംനു ഭക്ഷ്യേ യുദ്ധാത് സമ്യക് അപക്രാന്ത, യുദ്ധത്തിൽ നിന്ന് നന്നായി പിന്തിരിഞ്ഞവനായ ഞാൻ ഈ എന്റെ അച്ഛന്മാരോട് അവര് വരുമ്പോൾ പൃഷ്ട, അവർ ചോദിച്ചാൽ തത്ര ആത്മനഃ ക്ഷമം കിംനു വക്ഷ്യേ, ഇവിടെ എനിക്ക് യോഗ്യമായിട്ടുള്ള കാര്യം എന്താ പറയുക? ഞാൻ യോഗ്യമായ കാര്യമാണോ ചെയ്തത്? ക്ഷമമായ കാര്യമാണോ? സാമർഥ്യമുള്ള കാര്യമാണോ ചെയ്തത്? വലിയ നാണക്കേട്, തിരിച്ചടി, ഇതാണ് എനിക്ക് പറയാനുള്ള കഥ. അതിന് കാരണക്കാരൻ നീയാണെന്ന് സൂതനെ കുറ്റപ്പെടുത്തുകയാണ് ഇവിടെ പ്രദ്യുമ്നൻ. കിംനു വക്ഷ്യേഭി സംഗമ്യ പിതരൗ രാമകേശവൗ യുദ്ധാത് സമ്യക് അപക്രാന്തഃ പൃഷ്ടഃ തത്ര ആത്മനഃ ക്ഷമം. വ്യക്തം മേ കഥയിഷ്യന്തി ഹസന്ത്യോ ഭ്രാതൃജാമയഃ ക്ലൈബ്യം കഥം വീര തവാന്യൈഃ കഥ്യതാം മൃദേ. വ്യക്തം മേ കഥയിഷ്യന്തി ഹസന്ത്യോ ഭ്രാതൃജാമയഃ ക്ലൈബ്യം കഥം വീര തവാന്യൈഃ കഥ്യതാം മൃദേ. അപ്പോ അവരെല്ലാം എന്നോട് ചോദിക്കും, ഹേ വീര, അല്ലയോ വീരനായിട്ടുള്ളവനല്ലേ നീ, അന്യൈഹി മൃദേ, മറ്റുള്ളവരോടുള്ള യുദ്ധത്തിൽ തവ ക്ലൈബ്യം കഥം കഥ്യതാം, നിനക്ക് അന്യന്മാരോടുള്ള യുദ്ധത്തില് ക്ലൈബ്യാവസ്ഥ, ഭീരുത്വം, ചഞ്ചലചിത്തത്വം,
അധീരത. കഥം കഥം കഥ്യത, എങ്ങനെ വന്നു? മേ ഭ്രാതൃജാമയ ഹസന്ധ്യ കഥയിഷ്യന്തി വ്യക്തം. എന്റെ ഭ്രാതാക്കളുടെ ജാമികൾ, ജാമി എന്ന് പറഞ്ഞാല് സഹോദരന്റെ പത്നി, ജാമികൾ ജാമയ. അപ്പൊ എന്റെ സഹോദര പത്നിമാര്, എനിക്ക് 16,008 അമ്മമാരിൽ അത്രയും 10 സഹോദരന്മാരുണ്ട്. 1,60,000-ലധികം സഹോദരന്മാരുണ്ട്. അവരുടെയൊക്കെ ഭാര്യമാരെന്നെ കളിയാക്കും. മൂത്ത ജ്യേഷ്ഠനാ ഞാൻ, വല്യേട്ടൻ. അപ്പൊ വല്യേട്ടന് ഇത്രയും ഒരു ക്ഷീണമുണ്ടായിട്ട് കളിയാക്കാൻ അവസരം കിട്ടി അവരെല്ലാം എന്നെ കളിയാക്കും, ചോദിക്കും, എങ്ങനെ പറയൂ അങ്ങേക്ക് ഈ ഒരു അവസ്ഥ എങ്ങനെ വന്നു ചേർന്നു എന്ന്. മേ ഭ്രാതൃജാമയ, എന്റെ സഹോദര ഭാര്യമാർ ഹസന്ധ്യ കഥയിഷ്യന്തി വ്യക്തം, ഹസിക്കുന്നവരായി പരിഹസിക്കുന്നവരായി അവർ പറയും. അവർ തമ്മിലും എന്നെക്കുറിച്ച് കുറ്റം പറയും, തീർച്ച. അപ്പൊ എനിക്ക് നാണക്കേടുണ്ടാക്കി, ആ സ്ത്രീകളൊക്കെ എന്നെ കളിയാക്കാറാക്കി. ഇങ്ങനെയെല്ലാം തൻ്റെ വിഷമത്തെ ആ വീരനായ പ്രദ്യുമ്നൻ തൻ്റെ സാരഥിയോട് പറഞ്ഞപ്പോൾ ആ സാരഥി തൻ്റെ ധർമ്മം എന്തെന്ന് അതിന് മറുപടി പറയണു. താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തൻ്റെ ഭാഗം ന്യായീകരിക്കുകയാണ്. സാരഥിരുവാച ധർമ്മം വിജാനതായുഷ്മൻ കൃതമേ തന്മയാ വിഭോ സൂതഃ കൃച്ഛ്രഗതം രക്ഷേദ രഥിനം സാരഥിം രഥി. സാരഥിരുവാച ധർമ്മം വിജാനതായുഷ്മൻ കൃതമേ തന്മയാ വിഭോ സൂതഃ കൃച്ഛ്രഗതം രക്ഷേദ രഥിനം സാരഥിം രഥി. ഹേ ആയുഷ്മൻ വിഭോ, ആയുഷ്മാനായ പ്രഭോ, സമർത്ഥ, അങ്ങ് ഇപ്പൊ ആയുസോടുകൂടി ഇരിക്കുന്നതേ ഞാൻ സമയോചിതമായി തൽക്കാലം അങ്ങയെ മാറ്റിയത് കൊണ്ടുകൂടിയാണ്. മാത്രമല്ല അങ്ങയുടെ ആയുസ് ഇനിയും ശേഷിക്കുന്നുണ്ട്, അങ്ങ് മരിക്കേണ്ട ആളല്ല. നേരെ മറിച്ച് ഞാൻ അവിടുന്ന് അങ്ങയെ പിന്തിരിപ്പിച്ചില്ല എങ്കിൽ ആ ദ്യുമാൻ വീണ്ടും അങ്ങയെ പ്രഹരിച്ച് അങ്ങയുടെ പണി കഴിഞ്ഞേനെ. അപ്പൊ അങ്ങ് ആയുഷ്മാനായിരിക്കണം, അതാണ് എൻ്റെ പ്രാർത്ഥന. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രവൃത്തി ചെയ്തത്. അങ്ങ് ശക്തൻ തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ ഏത് ശക്തനും ഇടയ്ക്ക് ക്ഷീണമെല്ലാം വരാം. ആ സമയത്ത് വിവേകപൂർവം പെരുമാറണം. അതാണ് ആയുഷ്മൻ വിഭോ ധർമ്മം വിജാനതാമയാ. എന്റെ ധർമ്മം അറിയുന്ന, യുദ്ധധർമ്മങ്ങളെല്ലാം അറിയുന്ന എന്നാൽ ഏതത് കൃതം, ഇത് ചെയ്യപ്പെട്ടത് ഞാൻ തന്നെയാണ് ചെയ്തത്. ഞാൻ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നില്ല. എന്റെ ധർമ്മം ഇതാണ്, എനിക്കറിയാം. ഐ നോ മൈ ഡ്യൂട്ടീസ്. അതുകൊണ്ട് ഞാനിത് ചെയ്തു. കൃച്ഛ്രഗതം രഥിനം സൂതഃ രക്ഷേത്. കൃച്ഛ്രഗതം രഥിനം, ക്ലേശത്തിൽ ഗമിച്ചവനായ, ആപത്തിൽ പെട്ടവനായിട്ടുള്ള രഥിയെ, രഥത്തിന്റെ സ്വാമിയെ സാരഥി രക്ഷിക്കേണ്ടതാണ്. സൂതൻ രക്ഷേത്. അപ്പൊ സൂതന്റെ കർത്തവ്യമാണ് ആപത്തിൽപ്പെടുന്ന സ്വാമിയെ രക്ഷിക്കേണ്ടത്. സാരഥിം രഥീ രക്ഷേത്. അതേപോലെ സാരഥിയെ രഥത്തിലിരിക്കുന്ന സ്വാമിയും രക്ഷിക്കണം. അതെങ്ങനെ? അത് ശത്രുക്കൾ എയ്യുന്ന അസ്ത്രങ്ങൾ സാരഥിയെ നോക്കി എയ്യും. സാരഥിയുടെ നേർക്ക് എതിർപക്ഷത്തുള്ളവർ അസ്ത്രങ്ങൾ എയ്യും. ആ സമയത്ത് എന്റെ നേരെയല്ല, സാരഥിയുടെ നേരെയാണ് എന്ന് പറഞ്ഞിരിക്കാൻ പാടില്ല രഥി. സാരഥിയെ രക്ഷിച്ചാലേ തനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ പരസ്പരം സഹായിക്കേണ്ടതാണ്. അപ്പോ സാരഥിയുടെ നേർക്ക് വരുന്ന ആയുധങ്ങളെ തടയേണ്ടത് രഥിയുടെ ഉത്തരവാദിത്വമാണ്. രഥിക്ക് ക്ലേശമുണ്ടായാൽ അതിൽ നിന്ന് രക്ഷിക്കേണ്ടത് സാരഥിയാണ്. ഇങ്ങനെ നമ്മൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, അത് വേണം എന്ന് തന്റെ ധർമ്മത്തെ പറയുകയാണ്. ഏതദ്വിദിത്വാ തു ഭവാൻ മയാപോവാഹിതോരണാത് ഉപസൃഷ്ടഃ പരേണേതി മൂർച്ഛിതോ ഗതയാ ഹതഃ.
ഏതദ്വിദിത്വാതു ഭവാൻ മയാ അപോവാഹിതോരണാത് ഉപസൃഷ്ടഃ പരേണേതി മൂർച്ഛിതോ ഗതയാ ഹതഃ. പരേണ ഗതയാ ഹതഃ മൂർച്ഛിതഃ. ശത്രുവിനാൽ ഗത കൊണ്ട് പ്രഹരിക്കപ്പെട്ട് മോഹാലസ്യം പ്രാപിച്ചവനാണങ്ങ്. മൂർച്ഛിതഃ, മൂർച്ഛയെ പ്രാപിച്ചവനായിട്ട്. ഉപസൃഷ്ടഃ ഇതി, അങ്ങ് പീഡിതനാണ്, ബാധിക്കപ്പെട്ടവനാണ് എന്ന് കരുതിയിട്ടാണ്. ഉപസൃഷ്ടഃ ഇതി ഏതദ്വിദിത്വാ, ഈ ധർമ്മം അറിഞ്ഞുകൊണ്ട്. മയാ ഭവാൻ രണാത് അപോവാഹിതഃ, എന്നാൽ അങ്ങ് രണഭൂമിയിൽ നിന്ന് ദൂരേക്ക് നയിക്കപ്പെട്ടു, അപോവാഹം ചെയ്യപ്പെട്ടു. അപ്പൊ ഞാൻ ചെയ്തത് എന്റെ ധർമ്മമാണ്, എന്റെ കടമയാണ്, എന്റെ മര്യാദയാണ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത് യുദ്ധത്തില് സാധാരണമായിട്ടുള്ള കാര്യമാണ്. ദുരഭിമാനം കൊണ്ട് അങ്ങ് ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. അങ്ങ് അങ്ങയുടെ ദുരഭിമാനം വെടിയൂ. ഇനിയും യുദ്ധത്തിന് അങ്ങ് ആയുസ്സുണ്ട്. തയ്യാറാവൂ, തിരിച്ചടിക്കൂ, ആ ദ്യുമാനെ വധിക്കൂ എന്നുള്ള ആശയം അടുത്ത ശ്ലോകത്തിൽ, അടുത്ത അധ്യായത്തിൽ കാണാം. അടുത്ത അധ്യായത്തിൽ ഈ പ്രദ്യുമ്നൻ ദ്യുമാനെ വധിക്കുന്നതൊക്കെ വർണ്ണിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും സാരഥി തന്റെ ധർമ്മം ചെയ്തതിനെ കുറിച്ചിട്ടുള്ള മറുപടി കൊടുത്തു. ഏതദ്വിദിത്വാതു ഭവാൻ മയാപോവാഹിതോരണാത് ഉപസൃഷ്ടഃ പരേണേതി മൂർച്ഛിതോ ഗതയാ ഹതഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ സാൽവയാദവ യുദ്ധനിരൂപണം നാമ ഷട്സപ്തതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഇന്ന് വൈകിട്ടില്ല, നാളെ നോക്കാം. നാളെയും കാലത്ത് കുറേ ഗസ്റ്റുകളുണ്ട്. നാളെ വൈകുന്നേരം നോക്കാം. നാളെ നോക്കട്ടെ. രാവിലെ ഗസ്റ്റുകൾക്കും സൗകര്യപ്രദമായ രീതിയിൽ എടുക്കാൻ പറ്റിയ എടുക്കാം, ഇല്ലെങ്കിൽ നാളെ വൈകുന്നേരം. ഇന്ന് വൈകുന്നേരം ഇല്ല. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം.